നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ്സും ഇൻഡിവിജ്വൽ മെത്തേഡ്സും നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ഇറ്റ് ഈസ് മാസ് മീഡിയ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ്സ്, അല്ലെങ്കിൽ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. മാസ് മീഡിയ ഹെൽപ്പ് ദ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ടു കവർ എ ഹോൾ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ഒരു 1-on-1 അപ്രോച്ച്. ഒരാൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഗ്രൂപ്പ് മെത്തേഡ് ആണെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പിന് മാത്രമാണ് നമ്മൾ അത്തരം മെത്തേഡ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ മാസ് മീഡിയയിലേക്ക് പോകുമ്പോൾ ഇറ്റ് കവേഴ്സ് എ ഹോൾ കമ്മ്യൂണിറ്റി. അത്ര ഒരു സ്പെഷ്യൽ ലിമിറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു കമ്മ്യൂണിറ്റി മൊത്തം അല്ലെങ്കിൽ ഒരു നാട് മൊത്തം, ഈ നമ്മൾ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം അത്ര ലിമിറ്റഡ് അല്ല. ഈ ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ, മാസ് മീഡിയ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ്സ് നോക്കുമ്പോൾ ഇത് കവർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം അത്ര ലിമിറ്റഡ് അല്ല. ഓക്കെ, മാസ് മീഡിയ ആ വൺ വേ കമ്മ്യൂണിക്കേഷൻ, മോസ്റ്റ്ലി ഒരു വൺ വേ ആണ്. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് കൊടുക്കുന്നു, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു. വി ഹോപ്പ് ഇറ്റ് റീച്ചസ് ദം. അതാണ് ഇതിൽ മെയിൻ ഒരു ഇത്. ഇപ്പൊ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഞാൻ പറയുന്ന സാധനം അയാൾക്ക് എത്തിയോന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് ആണെങ്കിലും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന മെസ്സേജ് അവരിലേക്ക് എത്തുന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷെ ഈ മാസ് മീഡിയ എന്ന് പറയുന്നത് വി ജസ്റ്റ് ലെറ്റ് ദ മെസ്സേജ് ഔട്ട്. നമ്മൾ ആ മെസ്സേജ് അങ്ങ് കൊടുക്കും ആൻഡ് വി ഹോപ്പ് ദാറ്റ് ഇറ്റ് റീച്ചസ്. അതാണ് ഈ മാസ് മീഡിയയിലുള്ള ഒരു സംഭവം. ഒരു വൺ വേ ആണ്. നമ്മൾ ഈ മെസ്സേജ് അങ്ങോട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ചില കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ ഒരു ഫോണിൽ ഒരു ടി വി റേഡിയോ ഉള്ളതിനൊക്കെ തിരിച്ച് ആൾക്കാരെ വിളിച്ച് കത്തിലൂടെ അറിയിക്കുന്ന ഫീഡ്ബാക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഒന്നും അല്ലാതെ അത് ഒരു മോസ്റ്റ്ലി ഒരു വൺ വേ ടൈപ്പാണ് ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ നമ്പർ ഈ ഇൻഡിവിജ്വൽ ഓഫ് ഗ്രൂപ്പ് മെത്തേഡ്സിന്റെ അത്ര ലിമിറ്റഡ് അല്ല. വി കവർ എ ഹോൾ കമ്മ്യൂണിറ്റി. പക്ഷെ ഇതേപോലെ നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് മെത്തേഡ്സിന്റെ അത്ര എഫക്റ്റീവ് ആയിരിക്കണം എന്നില്ല ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഇൻഡിവിജ്വൽ മെത്തേഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്നു, അയാൾക്ക് എന്ത് മനസ്സിലായി, അയാളുടെ അയാൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ അതാത് സമയത്ത് തന്നെ അയാൾ നമ്മളോട് കൺസേൺസ് നമ്മളെ അറിയിക്കും. ഗ്രൂപ്പ് മെത്തേഡ്സ് ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ മാസ് മീഡിയ നമ്മൾ ചിലപ്പോൾ ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻ പോലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഈ മെസ്സേജ് ഡെലിവർ ചെയ്യുക. അത് ആളുകളിലേക്ക് എത്തിയോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതും റൈറ്റ് ആളുകളിലേക്കാണോ എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആ മെസ്സേജ് ഡിസമിനേറ്റ് ചെയ്യും ആൻഡ് വി ഹോപ്പ് ഇറ്റ് റീച്ചസ് ദ. അതേപോലെ തന്നെ ആളുകൾ അത് ഉൾക്കൊണ്ടോ എന്നുള്ളത് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. അത്ര ഒരു എഫക്റ്റീവ്നെസ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ്സിന്റെ അത്രയും എഫക്റ്റീവ്നെസ് ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിന് മറ്റേ രണ്ട് മെത്തേഡിലും കവർ ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ഒരുപാട് വ്യത്യാസത്തിൽ ആളുകളെ കവർ ചെയ്യാൻ ഈ മാസ് മീഡിയ മെത്തേഡ്സ് കൊണ്ട് പറ്റും. ഓക്കെ, ഇൻ ഏർലിയർ ടൈംസ് മാസ് മീഡിയ ഡിപ്പെൻഡഡ് ഓൺ പ്രിന്റഡ് ഐറ്റംസ് സച്ച് ആസ് പോസ്റ്റേഴ്സ്, പാംഫ്ലെറ്റ്സ്, ബുക്സ്, ന്യൂസ് പേപ്പർ. കുറച്ച് കാലം മുന്നേ വരെ, എന്നുവെച്ചാൽ ഈ മൾട്ടിമീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ, റേഡിയോ ടി വി ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഈ പ്രിന്റഡ് ഐറ്റംസ് ആയിരുന്നു ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ഇതാക്കുന്നത്. ഇപ്പൊ ന്യൂസ് പേപ്പർ ആയാലും പാംഫ്ലെറ്റ്സ് ആയാലും പോസ്റ്റേഴ്സ് ആയാലും ഇതൊക്കെയാണ് നമ്മൾ ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന് ആക്കിയത്. ഇപ്പൊ ഒരുപാട് ആളുകൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റർ ഒട്ടിച്ച് അത് ഒരുപാട് പേര് കാണും. അതേപോലെ ന്യൂസ് പേപ്പർ പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ട്, പണ്ടും അതെ. ന്യൂസ് പേപ്പേഴ്സ് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ന്യൂസ് പേപ്പർ. അപ്പം പണ്ട് കാലത്ത് ഈ പ്രിന്റഡ് ഐറ്റംസ് ആയിരുന്നു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനായി ഉപയോഗിച്ചിരുന്നത്. ഈ പ്രിന്റഡ് ഐറ്റത്തിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള വായിക്കാനും എഴുതാനൊക്കെ അറിയുന്ന ആളുകളാണ് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പോസ്റ്ററൊക്കെ എഴുതി തയ്യാറാക്കി വായിക്കാൻ അറിയാത്ത ഒരാളുടെ കൈ കൊടുത്താൽ അയാൾക്ക് അതിൽ എന്താ എഴുതിയെന്ന് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള കഴിവുണ്ടാവില്ല. ഈ പ്രിന്റഡ് മെറ്റീരിയൽസിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ലിറ്ററേറ്റ് ആയുള്ള ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ലിറ്ററേറ്റ് അല്ലാത്ത ആളുകളോ എന്ന് ചോദിക്കരുത്. ഇത് മെത്തേഡ് കുറച്ച് പിറകിലായിട്ടാണ് നമ്മൾ കാണുന്നത്, കുറച്ച് ടൈം ബാക്ക്. അപ്പൊ നോക്കുവാണെങ്കിൽ ലിറ്ററേറ്റ് അല്ലാത്ത ആളുകളും ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആ സമയത്താണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് ലിറ്ററേറ്റ് ആയുള്ള ആളുകളിലേക്കാണ് ഈ പ്രിന്റഡ് മാസ് മീഡിയ മെത്തേഡ്സ് എത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് അത്ര ഉപകാരപ്പെടില്ല. ഓക്കെ, പിന്നീട് വന്നതാണ് റേഡിയോ. ദ ഡെവലപ്മെന്റ് ഓഫ് റേഡിയോ വാസ് എ ഗ്രേറ്റ് ലീപ്പ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. അതൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഇപ്പം ഒരു പ്രിന്റഡ് ഐറ്റം നമ്മൾ പ്രിന്റ് ചെയ്ത് അത് സർക്കുലേറ്റ് ചെയ്ത ആളുകളിലേക്ക് എത്താനുള്ള ടൈം സ്പാൻ ഒക്കെ ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ റേഡിയോ വന്നതോടുകൂടി അതങ്ങ് ഒഴിവാകും. ഒരു റേഡിയോ ഡിവൈസ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് ട്യൂണിങ് ചെയ്ത എല്ലാവർക്കും റിയൽ ടൈം ആയിട്ട് ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ മെസ്സേജ് റിസീവ് ചെയ്യാനുള്ള കഴിവ് റേഡിയോ വന്നതോടുകൂടി ഉണ്ടായി. എന്താ ലാഗ് ഇല്ല.
സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്താനുള്ള ലാഗ് ഒക്കെ ഒഴിവായത് ഈ റേഡിയോ വന്നതോടുകൂടിയാണ്. ഓക്കെ, പിന്നെ വന്നതാണ് ടി.വി. ടെലിവിഷൻ വാസ് ഈവൻ ബിഗർ ലീപ്പ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. റേഡിയോ ഒരു ഓഡിയോ എയ്ഡ് മാത്രമായി പ്രവർത്തിച്ച സ്ഥലത്ത് ടി.വി. ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആയിട്ട് ഡെവലപ്പ് ആയി വന്നതാണ് ടി.വി. ഇപ്പോ പണ്ട് കാലത്ത് നോക്കുമ്പോൾ റേഡിയോ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകും. ഇപ്പൊ നോക്കുവാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു ടി.വി. ഉണ്ടാകും. ഓക്കെ, ടെലിവിഷൻ ആൻഡ് റേഡിയോ പ്രൊഡ്യൂസ് എഫക്റ്റീവ്നെസ് ക്ലോസ് ടു ദാറ്റ് ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനോട് അടുത്ത് നിൽക്കുന്ന, അത് സെയിം ആവില്ല, പക്ഷെ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിക്ക് ഒരു എഫക്റ്റീവ്നെസ് ഈ ടി.വി. റേഡിയോ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ആ മെസ്സേജിനുള്ള ലാഗ് ഉണ്ടാവില്ല. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അതേ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ചാനലിലേക്ക് വെച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ ട്യൂണിൻ ചെയ്ത ആൾക്കാർക്കോ ആ മെസ്സേജ് റിസീവ് ചെയ്യാം. അതേ സമയത്ത് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ പറയുന്ന സൗണ്ടാണ് കേൾക്കുക, അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ട്, ടി.വി. ആണെങ്കിൽ എന്നെ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നു, റേഡിയോ ആണെങ്കിൽ എന്റെ സൗണ്ട്, ഞാൻ പറയുന്ന ഒരു സൗണ്ടിൽ അത് കേൾക്കുന്നു. അത് ഒരു കുറച്ചുകൂടി ഒരു ഇന്റർ പേഴ്സണൽ ടച്ച് വരുന്നുണ്ട്. ക്ലോസ് ടു ദാറ്റ്, സെയിം ആണെന്നല്ല, ആ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന രീതിക്കുള്ളതാണ് ടി.വിയും റേഡിയോയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാസ് മീഡിയ അലോൺ ഈസ് ഇൻഅഡിക്വേറ്റ് ഇൻ ചേഞ്ചിങ് ഹ്യൂമൻ ബിഹേവിയർ. ഹെൻസ് ദിസ് മെത്തഡ് മേ ബി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ മെത്തേഡ്സ്. ഇപ്പൊ ഈ മാസ് മീഡിയ മാത്രം, ഞാൻ പറഞ്ഞു കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, അത്ര എഫക്റ്റീവ്നെസ് അല്ല. ആളുകളിൽ ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കാനോ അവരെ തിരുത്തിയെടുക്കാനോ ഒന്നും ഈ മാസ് മീഡിയ അത്ര എഫക്റ്റീവ് അല്ല. നമ്മളെ മെസ്സേജ് പറയും പോലെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിളിലേക്കാണ് എത്തുന്നത്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് Mass media alone is inadequate in changing human behavior. Hence, this method may be used in combination with other methods. ഞാൻ പറഞ്ഞല്ലോ, മാസ് മീഡിയക്ക് ഒരുപാട് പേരെ കവർ ചെയ്യാൻ പറ്റുമെങ്കിലും കുറെ ഡ്രോബാക്സ് ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അത് എത്തിക്കൊള്ളണം എന്ന് നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് മെസ്സേജ് ഡിസമിനേറ്റ് ചെയ്യുന്നു ആൻഡ് വി ഹോപ്പ് ദാറ്റ് ഇറ്റ് റീച്ചസ് ദ റൈറ്റ് പീപ്പിൾ. ഇപ്പൊ ഞാനിപ്പോ ഒരു അഡോൾസെന്റ് ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു അരമണിക്കൂറിന്റെ റേഡിയോ ടോക്കാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ പരിപാടി പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രീക്വൻസിയിൽ അഡോൾസെന്റ് ഏജിലുള്ള ആൾക്കാരെല്ലാവരും ആ ഫ്രീക്വൻസിയിലേക്ക് ലിസൺ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോ വേറെ ആൾക്കാർ കേൾക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ? ഈ അഡോൾസെന്റ് ഏജിലുള്ള ആൾക്കാരായിരിക്കും. അവർ കേട്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോ ഇത് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ മാസ് മീഡിയ മാത്രം ഉപയോഗിച്ചാൽ ഒരു ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ച് അത്ര പോസിബിൾ ആയിരിക്കില്ല. സോ നമ്മൾ ഇതിന്റെ കൂടെ മറ്റ് മെത്തേഡ്സ് കൂടി, ഇപ്പോ ഇന്റർപേഴ്സണലും ഗ്രൂപ്പ് മെത്തേഡ്സും അല്ലാത്ത എല്ലാ മെത്തേഡ്സ് കൂടി യൂസ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ബൂസ്റ്റപ്പ് ആയിട്ട് നമുക്ക് ഈ മാസ് മീഡിയ മെത്തേഡ്സ് കൂടി യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് മാസ് മീഡിയ മെത്തേഡ്സ് നോക്കാം. ടി.വി. ടെലിവിഷൻ മോസ്റ്റ് പോപ്പുലർ എമംഗ് മാസ് മീഡിയ. ഇറ്റ് ഈസ് ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ടി.വി. ഇല്ലാത്ത വീടുകളില്ല. ഇതിലൂടെ നമുക്ക് ഹെൽത്ത് മെസ്സേജസ് ഒക്കെ കൊടുക്കാം. നമ്മുടെ ഈ ഫോണിംഗ് പ്രോഗ്രാംസ് കാണാറില്ല, പല ചാനലിലും ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് നടത്തുന്നതുകൊണ്ട് ഓക്കെ, എന്നിരുന്നാലും ഹെൽത്ത് മെസ്സേജസ് ഡിസിമിനേറ്റ് ആവുന്നുണ്ട് ടി.വി. വഴി. അല്ലാതെ എന്തെങ്കിലും എമർജൻസി സംഭവം, ഇപ്പൊ കൊറോണ ഒക്കെ വരുമ്പോൾ അതിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന അത്തരം മെസ്സേജുകളൊക്കെ ടി.വി. കൂടെ വന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, കൈകൾ കഴുകുന്നതിനെ കുറിച്ചും അതും ഇതും ഒക്കെ ആയിട്ട് ടി.വി. വഴി ഹെൽത്ത് മെസ്സേജസ് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് റീച്ചസ് എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ ഈ ഗ്രൂപ്പ് മെത്തേഡ്സ് ഒക്കെ നോക്കുമ്പോൾ ലിമിറ്റഡ് എമൗണ്ട് അല്ല, ഈ ടി.വി. എവിടെയൊക്കെ ഉണ്ടോ ആ ചാനൽ ആരൊക്കെ വെച്ചോ അവർക്കൊക്കെ കാണാവുന്ന രീതിയിലാണ് ആ മെസ്സേജ് ഡിസമിനേറ്റ് ആവുക. റേഡിയോ യൂസ് ടു ഡിസമിനേറ്റ് ഹെൽത്ത് മെസ്സേജ് ടു ടോക്ക്, പ്ലേസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ്. നേരത്തെ പറഞ്ഞ തന്നെ ഈ പണ്ടൊക്കെ റേഡിയോയിൽ ഉണ്ടാവും ഈ ഫോണിംഗ് പ്രോഗ്രാംസ്, ഫോൺ ചെയ്ത് ചോദിക്കുക, ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കുന്നു, അതിങ്ങനെ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. അപ്പോ ഇത് വിളിക്കുന്ന ഒരാളാണെങ്കിലും അതേ കൺസേൺ ഉള്ള വേറൊരു വ്യക്തി ഇത് കേൾക്കുവാണെങ്കിൽ അങ്ങേർക്ക് കൂടി ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അത്തരത്തിൽ റേഡിയോസും നമ്മുടെ ഹെൽത്ത് മെസ്സേജസ് ഡിസമിനേറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ചില ടോക്സ് ആയിരിക്കും, ഡോക്ടേഴ്സ് വിശദീകരിക്കുന്ന സെഷൻസ് ആയിരിക്കാം, അങ്ങനത്തെ റേഡിയോ നാടകങ്ങളുണ്ട്, അതൊക്കെ ഈ ഹെൽത്ത് മെസ്സേജസ് ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബോത്ത് ടി.വി. ആൻഡ് റേഡിയോ ക്യാൻ റീച്ച് ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ഹു ആർ നോട്ട് ആക്സസിബിൾ ത്രൂ പ്രിന്റഡ് മീഡിയ. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രിന്റഡ് മീഡിയ ലിറ്ററേറ്റ് ആയുള്ള ആളുകൾക്ക് ആക്സസിബിൾ ആയിട്ട് കാര്യമുള്ളൂ. ആക്സസിബിൾ ആയിരിക്കാം, ഇല്ലിറ്ററേറ്റ് ആയ ആളുകൾക്കും ചിലപ്പോൾ പോസ്റ്ററൊക്കെ കാണാൻ പറ്റും, പക്ഷെ അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതേപോലെ ഇതിന് ആ ലിമിറ്റേഷൻ നമുക്ക് മാറ്റാം. റേഡിയോയും ടി.വിയും ഇല്ലിറ്ററേറ്റ് ആയ ആളുകൾക്കും
ആക്സസിബിൾ ആണ്. കാരണം വോയിസ് പറയുന്നത് നിന്ന് മനസ്സിലാക്കാം, ചിത്രങ്ങൾ ഉണ്ടാവും, അത് ടി വിയിലൊക്കെയാണ് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇല്ലിറ്ററേറ്റ് ആയ ആളുകൾക്ക് കൂടി ആക്സസിബിൾ ആയ രീതിക്കാണ് ടിവിയും റേഡിയോസും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ്, computer-based communication network that enables direct and instant communication across the world and provide access to the vast amount of information. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബിഗ്ഗസ്റ്റ് ലീപ്പായിരുന്നു ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൗണ്ടറീസ് ഒക്കെ അങ്ങോട്ട് തകർത്തെറിയുന്ന രീതിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ബൗണ്ടറീസ് എല്ലാം തകർത്തെറിഞ്ഞതാണ് ഇന്റർനെറ്റിന്റെ ആരംഭത്തോടു കൂടി. ഇപ്പോ എവിടെ നിന്നും ആർക്കും എന്ത് ഇൻഫർമേഷനും എവിടേക്ക് വേണമെങ്കിലും ഇന്റർനെറ്റ് വഴി പാസ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഹോൾ ലോട്ട് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയും ചെയ്യും. അത്രയും വലിയൊരു ലീപ്പാണ് കമ്മ്യൂണിക്കേഷനിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്നത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരായിട്ട് ഈ കാലത്ത് ആരും തന്നെ ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ മാസ് മീഡിയ മെത്തേഡ്സ്. പിന്നെ പ്രിന്റഡ് ഫോംസിലേക്ക് പോയില്ല. ന്യൂസ് പേപ്പർ, മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് ഓൾ ഫോംസ് ഓഫ് റീഡിംഗ് മെറ്റീരിയൽ. Illiteracy may affect readership, especially in rural areas. Unfortunately, health-related information are of little value to the newspaper. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒട്ടുമിക്ക വീട്ടിലും നമ്മൾ ന്യൂസ് പേപ്പർ ഇടാറുണ്ട്. ഓക്കെ, ന്യൂസ് പേപ്പർ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രിന്റഡ് മെറ്റീരിയൽ ആണ്. അപ്പോ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്കാണ് ഈ ന്യൂസ് പേപ്പർ ഉപകാരപ്പെടുന്നത്. ഈ ന്യൂസ് പേപ്പറിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതൊരു ഹാബിറ്റ് പോലെയാണ്. നമ്മുടെ ഒരു കുറച്ച് മുന്നത്തെ ജനറേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ന്യൂസ് പേപ്പർ ഈസ് ലൈക്ക് എ ഹാബിറ്റ്. ചായ കുടിക്കുന്ന പോലെ ചായയുടെ കൂടെ ന്യൂസ് പേപ്പർ വേണമെന്ന് പറഞ്ഞു കേൾക്കാറില്ല, അതേപോലെ ഒരു ഹാബിറ്റ് ആണ്. അപ്പൊ അത് അത്രയും എന്താ പറയാ, ഒരു ആക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രിന്റഡ് സാധനമാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അത്രയും ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പോ ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഹെൽത്ത് മെസ്സേജസ് കൊടുത്തു കഴിഞ്ഞാലും ഇത്ര ആളുകളിലേക്ക് എത്തും. ഓക്കെ, പക്ഷേ ഈ ന്യൂസ് പേപ്പറിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടി വി റേഡിയോയിലൊക്കെ പറയില്ല, ഒരു പീക്ക് ടൈം ഉണ്ട്, ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈം എന്ന് പറയും പോലെ ന്യൂസ് പേപ്പറിനും ഉണ്ട്. ഇന്ന സ്റ്റേജിലെ ഇന്ന കോളം കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ്നെസ് ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ കൊടുത്ത സാധനം ആളുകളിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം ഹെൽത്ത് മെസ്സേജസ് അത്ര ന്യൂസ് വേർത്തി ആയിട്ട് ഈ ന്യൂസ് പേപ്പറുകാർ കാണില്ല. അവർക്ക് ന്യൂസ് കൊടുക്കണം എന്നുള്ളവരെ അവർക്കത് വരുമാനം ഉണ്ടാക്കണം. അപ്പോൾ അത്തരം കോളങ്ങളൊക്കെ കുറച്ചുകൂടി അഡ്വർടൈസ്മെന്റിനൊക്കെ കൊടുക്കും. അപ്പൊ ന്യൂസ് വേർത്തി, ഈ ഹെൽത്ത് മെസ്സേജസ് അവരത്ര ന്യൂസ് വേർത്തി ആയിട്ട് കാണൂല. അതൊരു നെഗറ്റീവ് ആണ് ഇതിന്റെ. ഇപ്പൊ ഫ്രണ്ട് പേജിൽ ഫുള്ളായിട്ട് നമുക്കൊരു ഹെൽത്ത് മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് പേപ്പറുകാർ അത്ര താല്പര്യത്തോടെ ചെയ്തോന്നും വരും. പക്ഷെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ കൊറോണ ഒക്കെ വരുമ്പോ എല്ലാ ന്യൂസ് പേപ്പറും ഫ്രണ്ട് പേജിൽ ഇതിനെതിരെ ഒരു ഹെൽത്ത് മെസ്സേജ് കൊടുക്കണം എന്ന് ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കി അവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നോർമലി ഹെൽത്ത് മെസ്സേജ് അവരത്ര ന്യൂസ് വേർത്തി ആയിട്ട് കാണാറില്ല. അത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റേഴ്സ് ആൻഡ് ബിൽബോർഡ്സ്. ദീസ് ആർ ഇന്റൻഡഡ് ടു ക്യാച്ച് ദി ഐ ആൻഡ് ക്രിയേറ്റ് അവയർനെസ്. ഇപ്പൊ പോസ്റ്റർ, ബിൽബോർഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ടൗണിലൊക്കെ പോകുമ്പോൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടില്ലേ, വലിയ ട്രാഫിക് ഏരിയാസിലൊക്കെ വലിയ ബോർഡിൽ ഇങ്ങനെ ചില ഓർഗനൈസേഷന്റെയോ എന്തിന്റെയൊക്കെ പരസ്യങ്ങൾ ഇങ്ങനെ ചിലപ്പോ 1-2 വേർഡ്സ് ഉണ്ടാവും, പക്ഷെ അതങ്ങ് ക്യാച്ചി ആയിരിക്കും. ഇപ്പോ നൈക്കിയുടെ ഒരു പരസ്യം വെക്കുകയാണെങ്കിൽ നോക്കാം, ഒരു വലിയ ബോർഡിൽ ഒരു ശരി ആ ടിക്ക് ചിഹ്നമില്ല നൈക്കിയുടെ, അതും ജസ്റ്റ് ഡു ഇറ്റ്, അത് നമ്മളെ അട്രാക്ട് ചെയ്യും. അത് അവരുടെ ഒരു ബ്രാൻഡാണ്. അതേപോലെയാണ് ഈ ബിൽബോർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നതും. ഈ രണ്ട് സാധനങ്ങളും പോകുന്ന ആളുകൾ, അത് അതിന്റെ അടുത്തൂടെ പോകുന്ന ആളുകളുടെ അട്രാക്ഷൻ അല്ല അറ്റൻഷൻ പിടിച്ചു പറ്റണം. അതാണ് ഈ ബിൽബോർഡ്സിന്റെയും പോസ്റ്റേഴ്സിന്റെയും ഒരു പർപ്പസ്. ഓക്കെ, വഴിയെ പോകുന്ന ആളുകൾ അത് നോക്കണം, അതിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് വായിക്കണം. അപ്പൊ പോസ്റ്റേഴ്സും ബിൽബോർഡ്സും അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാനും അതിലെ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനും. ഓക്കെ, അതാണ് ഈ പോസ്റ്റേഴ്സിന്റെ ബിൽബോർഡ്സിന്റെ മെയിൻ പോയിന്റ്. അത് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് പോകുന്ന ആളുകളെ അട്രാക്ട് ചെയ്തിരിക്കണം. അല്ലാതെ വെറുതെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടിട്ട് ആരും കാണാതെ പോയിട്ട് കാര്യമില്ല. ആ പോസ്റ്ററിനെ പാസ് ചെയ്ത് പോകുന്ന ആളുകൾ ആ പോസ്റ്ററിലേക്ക് നോക്കണം, അതിലുള്ള കണ്ടന്റ് വായിച്ചെടുക്കണം. അതേപോലെ തന്നെ ബിൽബോർഡ്. ഓക്കെ, therefore message communicated must be simple and artistic. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ള രീതിക്കുള്ള മെസ്സേജ് ആയിരിക്കണം ഈ പോസ്റ്റേഴ്സിലും ബിൽബോർഡ്സിലും ഉണ്ടാകുന്നത്. ഇപ്പോ ഈ പോസ്റ്റേഴ്സും ബിൽബോർഡ്സും ഒക്കെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബിൽബോർഡ്സ് ഒക്കെ ഒരു ട്രാഫിക് ഏരിയ അല്ലെങ്കിൽ വലിയ ടൗണിലൊക്കെയാണ് ഇത് വെക്കുന്നത്. അപ്പോ
ആകെ ഒരു 10 സെക്കൻഡ് ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് ഒരു എസ് എ പോലത്തെ ഒരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അത് നോക്കൂല. കാരണം അയാൾ നോക്കുമ്പോൾ ഒരുപാട് ഉണ്ട് കണ്ടന്റ്, എന്തായാലും ഈ 10 സെക്കൻഡ് കൊണ്ട് വായിച്ചു കഴിയാൻ പോലാന്നുള്ളത് കൊണ്ട് അയാൾ അത് തിരിഞ്ഞു പോലും നോക്കൂല. അപ്പോ ഈ പോസ്റ്റർ അല്ലെങ്കിൽ ബിൽ ബോർഡ് വെക്കുന്ന സ്ഥലത്തെ ആ പോസ്റ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടന്റിന്റെ എമൗണ്ട് അവിടെ ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ OP, നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ OPയുടെ വെയിറ്റിംഗ് ഏരിയ നമ്മൾ ചുറ്റും നോക്കിയാൽ ഒരുപാട് പോസ്റ്റേഴ്സ് ഇങ്ങനെ കാണാം. അതിലൊക്കെ കുറച്ചധികം കണ്ടന്റും ഉണ്ടാവും. ഇപ്പൊ പോളിയോന്റെ കാര്യങ്ങളായാലും STDസിന്റെ കാര്യങ്ങളായാലും പിന്നെ മഴക്കാലൊക്കെ ആണെങ്കിൽ മഴക്കാല രോഗങ്ങളുടെ കാര്യങ്ങളായിട്ട് കുറെ പോസ്റ്റേഴ്സ് ആ ഹോസ്പിറ്റലിന്റെ OPയിലെ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ഏത് സീസണിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണെന്നുള്ള അനുസരിച്ച് പോസ്റ്റേഴ്സ് ചിലപ്പോൾ മാറും. ഇപ്പോൾ വാക്സിനേഷന്റെ സമയമാണെങ്കിൽ ഈ ഇമ്മ്യൂണൈസേഷൻ പോളിയോന്റെ ഒക്കെ സമയമാണെങ്കിൽ അതിന്റെ പോസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോ കൊതുകുജന്യ രോഗങ്ങൾ, മഴക്കാല രോഗങ്ങളുടെ ആ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്തരം പോസ്റ്റേഴ്സിൽ കുറച്ചുകൂടി കണ്ടന്റ് ഉണ്ടാവും, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരു OPയിലെ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആവറേജ് വെയിറ്റിംഗ് ടൈം ഉണ്ടാവും, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വെയിറ്റിംഗ് വരുന്ന സമയം. ആളുകൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ OP വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്രയും കണ്ടന്റ് ഉള്ള പോസ്റ്റർ വെച്ചാൽ ചിലപ്പോൾ ആളുകൾ, ചിലപ്പോൾ നല്ല ഭൂരിഭാഗം ആളുകളും വായിക്കും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പാസീവ് ആയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ് ആണ്. അപ്പാർട്ട് ഫ്രം ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ഫോണ് നോക്കിയിരിക്കുന്നതല്ല, കുറച്ചുകൂടി പ്രാക്ടിക്കലി നോക്കുമ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുകയും വായിക്കാനും താല്പര്യപ്പെടും. അപ്പോ ഇത്തരം വെയിറ്റിംഗ് ഏരിയ ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ അല്ലെ ബസ് സ്റ്റോപ്പ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് വലിയ പോസ്റ്റർ, കണ്ടന്റ് കൂടിയ പോസ്റ്റേഴ്സ് വെക്കുന്നതിൽ തെറ്റില്ല. കാരണം അവിടെ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ ആ പോസ്റ്ററിലെ കണ്ടന്റ് എല്ലാം വായിച്ചെടുക്കാൻ അവർക്ക് ടൈം ഉണ്ടാവും, അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആവും. പക്ഷേ ഇങ്ങനെ റോഡിലൂടെ ഒരു ഹൈവേയുടെ സൈഡിൽ വെക്കുന്ന പോസ്റ്ററോ അല്ലെങ്കിൽ ബിൽ ബോർഡോ കണ്ടന്റ് ഇങ്ങനെ കുത്തി നിറച്ച ഒരു എസ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് 1 or 2 വേർഡ് അല്ലെങ്കിൽ ഒരു 5 വേർഡ് ഒക്കെ ആക്കിയിട്ട് വലിയൊരു പോസ്റ്റർ ഇറക്കിയാൽ അത് പോകുമ്പോൾ അവർ വായിക്കും. പക്ഷെ ഈ വെക്കുന്ന വേർഡ്സും ആ പോസ്റ്ററിന്റെ പ്രിപ്പറേഷനും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കണം. ഈ വേർഡ്, ഈ സാധനം എഴുതി വെച്ച സാധനം വായിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ് ഇവോക്ക് ആവണം. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അട്രാക്റ്റീവ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അതിലെ കണ്ടന്റ് അവിടെ ആളുകൾ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള സമയമായിട്ട് ഒത്തുപോകണം. ഓക്കെ, ഒരു 10 സെക്കൻഡ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു എസ് എഴുതി വെക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ should contain short messages at places where exposure time is short, may contain more information in posters placed at places people spend more time. പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, posters have short lifespan, hence require frequent replacement. ഈ പോസ്റ്റേഴ്സിന്റെ ഒക്കെ ലൈഫ് കുറച്ച് ഷോർട്ടാണ്. പേപ്പറിലൊക്കെ പ്രിപ്പയർ എന്ന് വെച്ചാൽ ഒരു മഴ ഉണ്ടാലൊക്കെ അതങ്ങ് പോകും. ഒരു പോസ്റ്റർ അധിക കാലം next it is posters have short lifespan, hence require frequent replacement. ഈ പോസ്റ്ററിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കിയാല് അത് അതിന്റെ ലൈഫ് സ്പാൻ കുറച്ച് ഷോർട്ടാണ്. ഇപ്പൊ ഒരു പോസ്റ്റർ നമ്മൾ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കാലമൊന്നും ആ പോസ്റ്റർ അവിടെ ഇൻടാക്ട് ആയിട്ട് നിൽക്കില്ല. അപ്പൊ ഒരു മഴ പെയ്താലൊക്കെ അത് പോയി പോകും, അങ്ങനത്തെ കളർ ഫെയ്ഡ് ആവും, ഡാമേജസ് സംഭവിക്കും, കീറിപ്പോവും, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ പോസ്റ്റേഴ്സ് അത്ര ഒരു ലോങ് ലാസ്റ്റിംഗ് വേ ഓഫ് പ്രസന്റിങ് എ മെസ്സേജ് അല്ല. അത് നമ്മളിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് അതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ്. ഓക്കെ, ഞാൻ ഒരു ബിൽ ബോർഡും ഒരു പോസ്റ്ററും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ബിൽ ബോർഡ് ഉണ്ട്, ഒരു ബിൽഡിങ്ങിന്റെ മേലെ ജസ്റ്റ് സിക്ക് ഓഫ് STDs എന്ന് പറഞ്ഞ ഒരു കോണ്ടത്തിന്റെ ഉള്ളിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഗിവ്സ് എ മെസ്സേജ്, കോണ്ടം പ്രിവെന്റ്സ് ദി STDs. അതൊരു മെസ്സേജ് ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഷോർട്ട് ആണ്, നമ്മൾ അത് ശ്രദ്ധിക്കും, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിവീൽസ് ദ മെസ്സേജ്, നമുക്ക് ആ മെസ്സേജ് അവർ തരുന്നുണ്ട്. അടുത്തത് അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു പോസ്റ്റർ ഉണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്, നല്ലൊരു കളർഫുൾ പ്രിപ്പറേഷൻ, അട്രാക്റ്റീവ് ആണ്, കുറച്ച് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. 5 simple steps to maintain your health എന്നുള്ള നമ്മുടെ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉള്ള ഒരു പോസ്റ്റർ ആണ്, കുറച്ചധികം കണ്ടന്റ്സും ഉണ്ട്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് മെയിലിംഗ്. ഇതും ഒരു മാസ് മീഡിയ മെത്തേഡ് ആണ്. ദിസ് ഈസ് പോസിബിളി ദി മോസ്റ്റ് പേഴ്സണൽ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. കുറച്ചുകൂടി മാസ് കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് പേഴ്സണൽ ടച്ചിലുള്ള ടൈപ്പ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഈ ഡയറക്റ്റ് മെയിലിംഗ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രിന്റഡ് മെറ്റീരിയൽസ്
on health related matters are sent directly to village leaders, literate persons, and other who are considered to be opinion leaders. ഇപ്പൊ ഒപ്പീനിയൻ ലീഡേഴ്സ്, ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡിൽ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോ ഈ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ള ആളുകൾ, ഇപ്പോൾ ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അഭിപ്രായങ്ങൾക്ക് കോമൺ പീപ്പിൾ കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് കൊടുക്കും, കുറച്ചുകൂടി ക്രെഡിബിലിറ്റി കൊടുക്കും. ഇപ്പൊ ഒരു ക്രിക്കറ്റ് റിലേറ്റഡ് സംഭവം ആകുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്ന ഒരു കാര്യത്തിന് ആളുകൾ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യും. കാരണം അവരുടെ ഇതിലെന്താ, സച്ചിൻ ക്രിക്കറ്റില് അധികാരനായ ഒരു വ്യക്തിയാണ് ആൻഡ് ആ സ്പെസിഫിക് ഫീൽഡിൽ അയാളുടെ നോളജ് ഈസ് ഹ്യൂജ്. അങ്ങനെയാണ് ഈ ഓരോ ഫീൽഡിലും ഓരോ ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ടാവും. ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ഒപ്പീനിയൻസിന് ആളുകൾ വില കൽപ്പിക്കും. വിശ്വാസയോഗ്യമായ ഒപ്പീനിയൻസ് ആണ്, അല്ല അഭിപ്രായങ്ങളാണ് ഇവർ പറയാനുള്ള ഒരു ആക്സെപ്റ്റൻസ് ആളുകൾക്കുണ്ട്. അപ്പൊ ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, അപ്പൊ ഈ ഡയറക്റ്റ് മെയിലിംഗ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ ഓരോ നാട്ടിലുള്ള ലിറ്ററേറ്റ് ആയ ആളുകൾക്കും വില്ലേജ് ലീഡേഴ്സിനും അവിടുത്തെ ഒപ്പീനിയൻ ലീഡേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ആ നാട്ടുകാർ ആര് പറഞ്ഞാൽ കേൾക്കും എന്ന് അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഹെൽത്ത് മെസ്സേജസ് ഉള്ള പ്രിന്റഡ് മെറ്റീരിയൽസ് ഡിസമിനേറ്റ് ചെയ്യും. അവരത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ ഈ മെസ്സേജ് ആദ്യം ഒപ്പീനിയൻ ലീഡേഴ്സിലേക്ക് എത്തിച്ചിട്ട് ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് വഴി എന്ത് ചെയ്യും, ആളുകളിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ പറയുന്നതിനേക്കാളും ആക്സെപ്റ്റൻസി ഒപ്പീനിയൻ ലീഡേഴ്സ് പറഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതാണ്, അങ്ങനെയാണ്. ഒരു ഔട്ട്സൈഡ് പേഴ്സണേക്കാളും അവർക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി ആ മെസ്സേജസ് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി അത് വിശ്വസിക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഡയറക്റ്റ് മെയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ഒപ്പീനിയൻ ലീഡേഴ്സ് നമ്മൾ മെസ്സേജ് ഡിസമിനേറ്റ് ചെയ്യുന്നു. പ്രിന്റഡ് മെറ്റീരിയൽസ് അവർക്ക് അയച്ചു കൊടുക്കുന്നു, അവരത് വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അവരുടെ കൺസേൺസ് അഡ്രസ് ചെയ്തതിനു ശേഷം ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹെൽത്ത് എക്സിബിഷൻസ്. They are usually organized where people gather, such as fairs, festivals. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരു തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അത് നമ്മൾ പുറത്ത് കുറെ സ്റ്റാളുകൾ ഇടുന്നതാണ്. അവിടെ ഹെൽത്ത് സർവീസിന് സ്റ്റാൾ ഇടാം. ഓക്കെ, അതില് ഹെൽത്ത് മെസ്സേജസ് ഡിസമിനേറ്റ് ചെയ്യാം. ഇപ്പൊ ചില ഹോസ്പിറ്റൽസ് ഒക്കെ സ്റ്റാൾ ഇട്ട് കാണാം. അപ്പൊ അവിടെ കുറെ എക്സിബിറ്റ്സ് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ കാര്യമായിട്ട്. ഇപ്പോ ഒരു സ്മോക്കിംഗ് കൊണ്ട് അഡിക്റ്റ് ആയ ഒരു വ്യക്തിയുടെ ലങ്സ് ചിലപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആളുകളിലേക്ക് അത് എത്തും, ഇന്ന ഹെൽത്ത് പ്രോബ്ലംസ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാവുന്നു. അങ്ങനെ എക്സിബിറ്റ്സ് വെച്ചിട്ട് ഓരോ ആളുകൾ എവിടെയാണോ കൂടുന്നത്, ഇപ്പൊ തൃശ്ശൂർ പൂരമൊക്കെ പറയുമ്പോൾ ഹ്യൂജ് പീപ്പിൾ അട്രാക്ഷൻ വരുന്ന അത്ര ഗ്യാദർ ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഈ തൃശ്ശൂർ പൂരം പോലുള്ള ഓരോ ഫെസ്റ്റൊക്കെ. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റാൾ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഹെൽത്ത് എക്സിബിഷൻ ആയിട്ട് നടത്തും. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ആൽക്കഹോളിസത്തിന്റെ പ്രശ്നങ്ങളായാലും എക്സൈസ് വകുപ്പൊക്കെ അങ്ങനത്തെ ഒക്കെ വെക്കാറുണ്ട്. ആൽക്കഹോളിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ, പുകയില വിരുദ്ധവും, അങ്ങനെ ഹെൽത്ത് മെസ്സേജസ് ഡിസമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽത്ത് എക്സിബിഷൻസ് ഉപയോഗിക്കുന്നു. ആൻഡ് വർക്കേഴ്സ് ഹു എക്സ്പ്ലെയിൻ വേരിയസ് എക്സിബിറ്റ്സ് പ്രൊവൈഡ് എ ബിഗ് എലമെന്റ് ഓഫ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ചുമ്മാ ഡിസ്പ്ലേയിൽ വെക്കുക മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആളുകളും ഉണ്ടാവും. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളെ കുറിച്ച് വന്ന് കാണുന്ന എക്സിബിറ്റ്സ് കാണുന്ന ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് കുറച്ചൊരു പേഴ്സണൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ടച്ചും കൂടി ഈ എക്സിബിഷനിൽ വരും. ഓക്കെ, പക്ഷെ ഇത് ആരും വരാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചാലേ അതിനൊരു പീപ്പിൾസ് അവരുടെ അട്രാക്ഷൻ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോക്ക് മീഡിയ, ഓൾസോ നോൺ ആസ് ഇൻഡിജിനസ് മീഡിയ. ദീസ് ഇൻക്ലൂഡ് ഫോക്ക് സോങ്സ്, ഡാൻസസ്, പപ്പറ്റ് ഷോസ് എക്സെട്ര. ഈ ഫോക്ക് മീഡിയ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ, ഇപ്പൊ തെയ്യം, അങ്ങനെ പാവകളി, നാടൻ പാട്ട്, നാടോടി നൃത്തം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയിലും ഇത്തരം വെറൈറ്റി ഓഫ് ഫോക്ക് സംഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഹെൽത്ത് മെസ്സേജസ് ഡിസമിനേറ്റ് ചെയ്യാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈ നാടൻ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഫോക്ക് മീഡിയ, ഫോക്ക് മെത്തേഡ്സ് സാധനങ്ങളൊക്കെ ആളുകളുടെ കൾച്ചറിലേക്ക് കുറച്ചുകൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അവര് കാലങ്ങളായിട്ട് അവരുടെ വേ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫോക്ക് മെത്തേഡ്സിനെ അവർ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരു നാടൻ പാട്ടിലൂടെ ഒരു ഹെൽത്ത് മെസ്സേജ് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നാടൻ പാട്ടിനെ അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ആ പാട്ടിലൂടെ അവർ ആ മെസ്സേജിനെയും ആക്സെപ്റ്റ് ചെയ്യും. കുറച്ചുകൂടി നമ്മുടെ കൾച്ചറിലേക്ക് റൂട്ട് ചെയ്ത് കിടക്കുന്ന സാധനമാണ് ഈ ഫോക്ക് മീഡിയ. ഓക്കെ, അവർക്ക് ഒരു പുതിയ കാര്യമല്ല. ഇപ്പൊ ഒരു കണ്ണൂർ സൈഡിൽ പോയിട്ട് തെയ്യം കണ്ടിക്കാൻ നോക്കുന്ന പോലെ ആയിരിക്കും. അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. അതിപ്പോ അതേപോലെ എല്ലാ സൈഡിലും ഉണ്ടാവും. ഇപ്പോ മാപ്പിള പാട്ടുകളാവാം, നാടൻ പാട്ടുകളാവാം, ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിലേക്ക് റൂട്ട് ചെയ്ത സാധനങ്ങളാണ്.
ഓക്കെ, അപ്പൊ ആ സാധനങ്ങൾ വഴി നമ്മൾ ഈ ഹെൽത്ത് മെസ്സേജ് കൊടുക്കുക. ഓൾറെഡി നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു സാധനം വഴി നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി ഒരു ആക്സെപ്റ്റൻസ് ഈ വഴി കൊടുക്കുമ്പോൾ കിട്ടും. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട സാധനം നമ്മുടെ കൾച്ചറിന്റെ അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ലൈഫിന്റെ ഭാഗമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മീഡിയ വഴിയാണ് നമ്മൾ ഈ മെസ്സേജ് ഡിസ്മിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി അവര് അതെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും, ഉൾക്കൊള്ളും. ഓക്കെ, ഇത്രയാണ് നമുക്ക് മാസ് മീഡിയ മെത്തേഡ്സ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആർക്കാണോ നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ നീഡ് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കാൻ. ഓക്കെ, അല്ലാതെ വെറുതെ എന്തെങ്കിലും പണി ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പണി എടുക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് എന്ത് വേണം എന്ന് മനസ്സിലാക്കി അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്കിലേ കൊടുത്ത കാര്യത്തിന് ഒരു എന്താ പറയുക റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ. ഇൻഫർമേഷൻ ഓഫ് ദി സ്പെസിഫിക് പ്രോബ്ലംസ് ആസ് സീൻ ബൈ ദി കമ്മ്യൂണിറ്റി ഇസ് കളക്ടഡ്. നമ്മൾ വേരിയസ് ആളുകൾക്കിടയിൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എന്റെ അവിടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, ഇൻഫർമേഷൻസ് എടുക്കണം, ഡാറ്റാസ് എടുക്കണം. ഈ ഡാറ്റയിൽ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, എത്ര പേര് ഇത് നേരിടുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് എത്ര പേരെ ബാധിക്കുന്നു, അതൊക്കെ നമ്മൾ ഡാറ്റാസ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം. ഈ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇതിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അനാലിസിസ് വിൽ ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദി പ്രോബ്ലംസ് വിച്ച് നീഡ് ഇമ്മീഡിയറ്റ് ആൻഡ് സ്പെസിഫിക് ഇന്റർവെൻഷൻ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ മൊത്തം നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പൊ ഇന്നെന്ന പ്രോബ്ലംസ് ആണ് ഈ ഏരിയയിലുള്ളത്, ഇന്നെന്ന കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയെടുക്കണം. ഡാറ്റ കളക്ട് ചെയ്തു, ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് വൺ, അസൈൻ പ്രയോറിറ്റീസ്. ഇപ്പോ നമുക്കിപ്പോ കളക്ട് ചെയ്ത ഡാറ്റയിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഒന്നും ആയിരിക്കില്ല ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്. ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഒരേ സമയം എല്ലാം കൂടി അഡ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ മാൻ പവർ, ബാക്കി റിസോഴ്സ് പവർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരേ സമയം എല്ലാ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസിനെ 1, 2, 3 ഇത്രയും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. ഇതിൽ ഏതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, ഏത് പ്രോബ്ലമാണ് ഏറ്റവും ആദ്യം തന്നെ പരിഹരിക്കാൻ നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് അതിന്റെ പ്രോബ്ലത്തിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പൊ പറയില്ല, ഒരു കയ്യിൽ ഒരു മുറി വന്ന ആളും ഏകദേശം തലയ്ക്ക് അടി പൊട്ടി ഒന്നായിട്ട് ബ്ലീഡ് ചെയ്ത് വരുന്ന വ്യക്തി നോക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം ഈ തലയ്ക്ക് അടിയേറ്റിട്ട് ഒന്നായിട്ട് ബ്ലീഡ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിനെയാണ്. അപ്പൊ ട്രീറ്റ്മെന്റിന് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ ആ ഇമ്പാക്ട് അനുസരിച്ചാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അതേപോലെ ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസിനെ നമ്മൾ അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യണം. ഏത് ആദ്യം ഇടപെടണം, പിന്നെ ഏത് ഇടപെടണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതിലേക്ക് പോകണം, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഉള്ള റിസോഴ്സ് വെച്ച് എല്ലാ പ്രോബ്ലത്തിനെയും ഇടപെട്ട് ആ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്തു, ഏത് പ്രോബ്ലമാണ് ഇടപെടാനുള്ളത് തീരുമാനിച്ചു, ഏത് പ്രോബ്ലമാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നതൊക്കെ തീരുമാനിച്ചു. ഇനി ആ പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. അടുത്ത സ്റ്റെപ്പാണ് ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. ഡിഫൈനിങ് വാട്ട് ഈസ് ടു ബി ക്ലിയർലി അച്ചീവ്ഡ് ബൈ എൻഡ് ഓഫ് ദി ക്യാമ്പയിൻ. അപ്പൊ നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നു. അപ്പോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ തീരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ഇപ്പൊ നാട്ടില് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ഒരു സ്മോക്കിങ്ങിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ പ്രിവലൻസ് ഓഫ് സ്മോക്കിംഗ് വളരെ കൂടുതലാണ്. ഇപ്പോ സ്മോക്കിംഗ് റിലേറ്റഡ് അസുഖങ്ങൾക്കുള്ള പേഷ്യൻസിന്റെ എണ്ണവും കൂടുതലാണ്. അപ്പൊ ഒരു മേജർ ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പൊ ഞാൻ അതിനെതിരെയാണ് ക്യാമ്പയിൻ കൊടുക്കുന്നത്. പ്രയോറിറ്റൈസ് ചെയ്തപ്പോൾ അതാണ് മേജറായിട്ട് ആദ്യം ഇടപെടേണ്ടതെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അത് ഒബ്ജക്റ്റീവ് വെക്കുന്നു. ഈ ക്യാമ്പയിൻ കഴിയുന്നതോടുകൂടി ഈ നാട്ടിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കണം. ചെയിൻ സ്മോക്കേഴ്സ് ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് സിഗരറ്റ്സ് കൺസ്യൂംഡ് ഡേ അത് കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഷോപ്പുകളിൽ ഇതിന്റെ സെയിൽ കുറച്ച് വരണം. ഇതൊക്കെയാണ് എന്റെ ഒബ്ജക്റ്റീവ്സ്. ഞാൻ ഇത്തരം ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ക്യാമ്പയിൻ കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കപ്പെടണം. ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ്സ്. അത് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, അടുത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് നടത്തിയെടുക്കണമെങ്കിൽ പണം വേണം, ക്യാമ്പയിൻ നടത്താനുള്ള മെറ്റീരിയൽസ് വേണം, മാൻ പവർ വേണം.
ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചുമ്മാ ഇറങ്ങി തിരിച്ച് ഇത് നടത്തിയെടുക്കണം എന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പണം, പൈസ ഈസ് അറ്റ്മോസ്റ്റ് എന്തായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പൈസയാണ്. ഈ സാധനങ്ങളൊക്കെ മൂവ് ചെയ്തെടുക്കാം. മെറ്റീരിയൽസ് വാങ്ങാനായാലും മറ്റേ ഈ ക്യാമ്പയിൻ ക്യാരി ഔട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ പൈസ വേണം. ഇത് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ആളുകൾ വേണം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൾ വേണം, ക്ലാസ് എടുക്കാനാണെങ്കിൽ അതിന് ആൾ വേണം, പിന്നെ ഒരു ടെസ്റ്റ് നടത്താനാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വേണം, അതിനുള്ള മെറ്റീരിയൽസ് വേണം. ഓക്കെ, അപ്പോ ഈ റിസോഴ്സസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. പിന്നെയാണ് ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. വാട്ട് ടു ബി ഡൺ, വെൻ ടു ബി ഡൺ, വേർ ടു ബി ഡൺ ആൻഡ് ഹൂ ഷുഡ് ഡു ഇറ്റ്. ഇതൊക്കെ നോക്കണം. എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം. അപ്പോ ഈ ക്യാമ്പയിനോട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ്സ്, അതിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ സ്മോക്കിങ്ങിന്റെ പ്രിവാലൻസ് കുറയ്ക്കണം. ഇപ്പോ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോ ക്ലാസ്സസ് കൊടുക്കേണ്ടി വരും, പോസ്റ്റേഴ്സ് വെക്കേണ്ടി വരും. ഇപ്പോ ഞാനൊരു സ്പെസിഫിക് എന്റെ ഏരിയ ഉണ്ട്, ഒരു ജയച്ചയുടെ ഒരു ഏരിയയിലാണ് ഞാൻ ഈ ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ വർക്കിംഗ് ഏരിയയിൽ അവിടെ പല സ്ഥലങ്ങളിലാണ് ആളുകൾ ഗ്യാദർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ സ്മോക്കിങ്ങിനെതിരായുള്ള നോട്ടീസസും ചെറിയ പരസ്യ ബോർഡുകളൊക്കെ, പരസ്യ ബോർഡല്ല, ഹെൽത്ത് മെസ്സേജിന്റെ ബോർഡുകളൊക്കെ സ്ഥാപിക്കേണ്ടി വരും. അതെന്ത് എവിടെ വെക്കണം അതൊക്കെ ഞാൻ തീരുമാനിക്കണം. എന്ത് മെസ്സേജാണ് ഡിസിമിനേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. പിന്നെ മെഡിക്കൽ ഇന്റർവെൻഷൻ കൊടുക്കേണ്ടി വരും. ഈ റീഹാബിലിറ്റേഷൻ മറ്റേ ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ വേണ്ടിയുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കേണ്ടി വരും. അങ്ങനത്തെ സേവനങ്ങൾ ലഭ്യമാക്കും. അതൊക്കെ കൊടുക്കണ്ടേ, എവിടെ കൊടുക്കണം, എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ ആര് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഒരു ആക്ഷൻ പ്ലാനിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു ഡീറ്റെയിൽഡ് വേ ഓഫ് ആക്ഷൻ നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് പോലെ എല്ലാം നമ്മൾ പ്ലാനിലാക്കി വെച്ചിരിക്കണം. എന്നിട്ടേ അത് ക്യാരി ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ആക്ഷൻ പ്ലാൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ പ്ലാൻ ഉണ്ടാക്കി വെച്ചു. ആ പ്ലാൻ അങ്ങനെ പേപ്പറിലായി കിടന്ന റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കി. ഉള്ള പൈസ സ്വരൂപിച്ചു, മാൻ പവർ ഉണ്ട്, മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്തു, എന്ത് ചെയ്യണം ആ പ്ലാനും ആക്കി. അപ്പൊ നമ്മൾ ആ പ്ലാൻ നടപ്പിലാക്കുക. ഓരോ സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ടാവും, നോട്ടീസസ് സ്ഥാപിക്കുന്നുണ്ടാവും, ഹെൽത്ത് സ്ക്രീനിങ്, ചെക്കപ്സ് അങ്ങനത്തെ നടത്തിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഈ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷനും മോണിറ്ററിംഗും വേണം. നമ്മൾ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന വർക്ക് നേരെ ചൊവ്വയാണോ, അതേ ടൈം ബൗണ്ട് ആയിട്ട് തീരുന്നുണ്ടോ, മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ, അതും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടി പ്രോപ്പർ മോണിറ്ററിംഗും ഇവാലുവേഷനും വേണം. അപ്പൊ നമ്മുടെ ഹയർ അതോറിറ്റീസ് അത് ശ്രദ്ധിക്കും. ഇപ്പൊ JHI ചെയ്യുന്ന വർക്ക് HI മോണിറ്റർ ചെയ്യും, MOI മോണിറ്റർ ചെയ്യും. അതേപോലെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ നമ്മളെ ഹയർ അതോറിറ്റീസ് മോണിറ്റർ ചെയ്യും. മോണിറ്റർ ചെയ്താലേ അത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തിയാൽ അത് ആ ട്രാക്കിൽ തന്നെ പോവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ. ഇവാലുവേറ്റിംഗ് ദ ഡിഗ്രീസ് ടു വിച്ച് ദ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ക്യാമ്പയിൻ തീരുമ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്മോക്കിങ്ങിന്റെ പ്രിവാലൻസ് കുറയണം, ഈ ടൊബാക്കോന്റെ സെയിൽ കുറയണം, ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഈ ക്യാമ്പയിൻ അവസാനിച്ച ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഈ പറഞ്ഞ റിസൾട്ട് ഇതിന് കിട്ടിയോ എന്നുള്ളത്. ഇപ്പൊ നാട്ടിലുള്ള സെയിൽ കുറഞ്ഞു, ഓക്കെ, അതൊരു ഇമ്പാക്ട് അല്ലേ. നമ്മൾ കൊടുത്ത ക്യാമ്പയിൻ കാരണം ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് കുറഞ്ഞു, നാട്ടിലുള്ള കടകളിലെ സിഗരറ്റിന്റെ സെയിൽ കുറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഈ ക്യാമ്പയിൻ എത്തിയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റീഅസസ്മെന്റ്. ഇഫ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് ഈസ് നോട്ട് റീച്ച്, ഫർദർ സ്റ്റെപ്സ് ആർ ടേക്കൺ ടു റീച്ച് ദി ടാർഗറ്റഡ് റിസൾട്ട്. നമ്മൾ ഇവാലുവേഷന് ശേഷം നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ച റിസൾട്ടിൽ എത്തിയോ അല്ലെങ്കിൽ അത്ര എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ. ഇതാണ് നമ്മുടെ ക്യാമ്പയിൻ. അപ്പോ അഥവാ എത്തിയിട്ടില്ല, ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഉദ്യമം നമ്മൾ പാടെ ഉപേക്ഷിക്കാൻ പാടില്ല. അയ്യോ എത്തിയിട്ടില്ലല്ലോ, ഇനി ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കല്ല. നമ്മുടെ റിസൾട്ട് ഈസ് അത്ര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് നമുക്ക് എത്തണം. ഹെൽത്ത് റിലേറ്റഡ് മാറ്റർ ആണ്. നമ്മുടെ ഒരു JHIയുടെ ഒരു ഇപ്പൊ JHI എക്സാമ്പിൾ പറയുമ്പോൾ അത് നോക്കുമ്പോൾ അവരുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നമ്മൾ പാതി കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല. ഇപ്പൊ ആ ലക്ഷ്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കളഞ്ഞു പോവല്ല, ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തണം. അതിന് ഇനി എന്ത് ചെയ്യണം അതുകൂടി നമ്മൾ നോക്കണം. അതാണ് റീഅസസ്മെന്റ്. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ഓഫ് എ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ. അടുത്ത് നോക്കാം. ഇനി ഈ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ട്രെയിനിങ്. ഓക്കെ, അപ്പൊ എന്താണ് ട്രെയിനിങ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. അപ്പൊ ട്രെയിനിങ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് വിച്ച് സീക്സ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ദ ട്രെയിനി. ട്രെയിനി എന്ന് വെച്ചാൽ ആരാണോ ട്രെയിനിങ്
ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്ന അവരാണ് ട്രെയിനി. ഓക്കെ, ട്രെയിനി വിച്ച് വിൽ ഇംപ്രൂവ് ഹിസ് ഓർ ഹെർ എബിലിറ്റി ടു പെർഫോം ഓൺ ദ ജോബ്. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലോ അയാളുടെ സ്കില്ലും നോളജും എബിലിറ്റീസും എന്താ പറയാ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഒരു ജോലി ചെയ്യാനായി തയ്യാറാക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന സാധനത്തിൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി റെഡിയാക്കി എടുക്കുകയോ ചെയ്യാം. അപ്പൊ ഞാനാണ് ഒരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഈ ജോലി ചെയ്യാൻ എന്നെ കേപ്പബിൾ ആക്കണം. അതാവാം, ഞാൻ ജോലി പ്രവേശിച്ചിട്ടില്ല, ജോലി ഒരു സ്പെസിഫിക് ജോബ് ചെയ്യാം. അപ്പൊ ജെ ആവാൻ പോവാണ്. അപ്പൊ ജെ ആവാൻ എനിക്ക് എന്നെ തയ്യാറാക്കി എടുക്കണം. ഓക്കെ, അത് ഒരു ട്രെയിനിങ് ആണ്. ഇനി നമ്മൾ ജെ ആയി, ഓൾറെഡി എനിക്ക് ഇതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അതൊന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അതാണേലും ട്രെയിനിങ് ആണ്. ഒരു ജോലി ചെയ്യാൻ തയ്യാറാക്കി എടുക്കോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലെ അയാളുടെ സ്കില്ലും എബിലിറ്റീസും കുറച്ചുകൂടി ഇമ്പ്രൂവ് എടുക്കുവോ, ആ രണ്ട് പ്രൊസീജിയർ ആയാലും അത് ട്രെയിനിങ് തന്നെയാണ്. ഓക്കെ, അയാളുടെ എബിലിറ്റീസും നോളജും സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ജോലി ചെയ്യാൻ പ്രിപ്പയർ ചെയ്യോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറച്ചുകൂടി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യോ ചെയ്യാം. ഓക്കെ, training is concerned with those activities which are designed to improve human performance on the job that the employees are presently doing or being hired to do. ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ ജോലിയിൽ അയാളുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രൊസീജിയർ തന്നെയാണ് ഈ ട്രെയിനിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം, ട്രെയിനിങ് നീഡ് അസസ്മെന്റ്. ഓക്കെ, ഇപ്പോ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചുമ്മാ നമുക്ക് അങ്ങോട്ട് ട്രെയിനിങ് കൊടുക്കാനൊന്നും പറ്റൂല. അപ്പോ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താ പറയണം, എന്താണ് നമ്മുടെ ഡിസൈഡ് ലെവൽ നോക്കാം. ഓക്കെ, ഓരോ ഓർഗനൈസേഷനും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് സ്കിൽസും എബിലിറ്റീസും എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സിനെ ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ ഹയർ ചെയ്യുമ്പോൾ, അപ്പൊ ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉണ്ടാവും ഈ നേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഈ ഒരു വാല്യൂക്ക് അനുസരിച്ച് ഇന്ന സർവീസസ് വരുന്ന രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം, ഇത്തരം രീതിയിൽ പെരുമാറണം എന്നൊരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാവും ഹയർ ചെയ്യുമ്പോൾ. അതേപോലെ ഈ നേഴ്സിന്റെ അടുത്ത് വരുന്ന രോഗികൾക്കും ഉണ്ടാവും, ഈ നേഴ്സ് എനിക്ക് ഇന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യണം, അവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഈ കാഴ്ചപ്പാട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നേഴ്സിനെ പ്രിപ്പയർ ചെയ്യണം. എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യാൻ കിട്ടേണ്ടതെന്ന് ഈ രോഗിക്കും ഉണ്ടാവും, ഇവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് അവർ ഹയർ ചെയ്ത ഓർഗനൈസേഷനും ഉണ്ടാവും. ഈ രണ്ട് കാഴ്ചപ്പാട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നേഴ്സിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ട്രെയിനിങ്. അപ്പോ ട്രെയിനിങ് നീഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ഒരു സെർട്ടൻ ലെവലിലാണ് എന്റെ പെർഫോമൻസ് ഉള്ളത്. പക്ഷെ നിലവിലെ സാഹചര്യം അനുസരിച്ച് കുറച്ചുകൂടി ഉയർന്ന ലെവലിലെ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. ഒരു സപ്പോസിറ്റ്ലി ഞാനൊരു എന്ത് പണി എന്ന് പറയാം, ഓക്കെ, ഞാനൊരു പോട്ടറി, മറ്റേ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഞാൻ ഒരു മണിക്കൂറിൽ ഒരു 20 എണ്ണം വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എന്റെ നിലവിലെ പെർഫോമൻസ് ലെവലാണ് പെർ ഹവർ 20 പോട്ട്സ് വെച്ച് ഞാൻ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ നിലവിലെ ഡിമാൻഡിങ് സാഹചര്യം അനുസരിച്ച് എന്റെ പെർഫോമൻസ് കുറച്ച് കൂട്ടണം, ഒരു 30 ആക്കണം. ഒരു മണിക്കൂറിൽ 30 എണ്ണം വെച്ച് ഉണ്ടാക്കണം. അപ്പൊ എന്നെ 20 എണ്ണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ കഴിവിനെ 30 എണ്ണം ഉണ്ടാക്കാനുള്ള കഴിവിലേക്ക് ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കണം. ഓക്കെ, അതാണ് ഈ ട്രെയിനിങ് നീഡ് അസസ്മെന്റ്. എന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് ലെവൽ എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസ് ലെവൽ എത്രയാണ്, അപ്പോ എന്റെ ഈ ലെവൽ, ഇപ്പോൾ ഉള്ള ലെവല് പ്ലസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലെവല് തമ്മിലുള്ള ഗ്യാപ്പ് നോക്കണം. എന്നിട്ടാണ് അതിനനുസരിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രെയിനിങ് നീഡ് അസസ്മെന്റ് എന്ന് വെച്ചാൽ അതാണ്. ഇപ്പൊ എന്റെ പെർഫോമൻസ് ലെവൽ എത്രയാണ്, നിലവിൽ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന ലെവൽ ഏതാണ്. അപ്പോൾ എന്റെ പെർഫോമൻസ് ലെവലും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലെവലും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മീറ്റ് ചെയ്യാൻ, ആ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ട്രെയിനിങ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ്, ഓക്കെ, നോളജ് ഗ്യാപ്പ് ആവാം, സ്കിൽ ഗ്യാപ്പ് ആവാം, എന്ത് വേണേ ആവാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പൊ എത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കപ്പെടും. ഓക്കെ, ഇതാണ് ട്രെയിനിങ് നീഡ് അസസ്മെന്റ്. നിലവിലെ പെർഫോമൻസും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പെർഫോമൻസും തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ഉള്ളത്. ഒന്ന് പ്രീ സർവീസ് ട്രെയിനിങ്ങും രണ്ടാമത്തത് ഇൻ സർവീസ് ട്രെയിനിങ്ങും ആണ്.
ഇപ്പൊ പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ജോലി പ്രവേശിക്കുന്നതിന് മുമ്പേ ആ ജോലി ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ്. അപ്പൊ നമ്മുടെ DHIC കോഴ്സ് ഒരു പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. ഓക്കെ, BSc നഴ്സിംഗ്, GNM, അതൊക്കെ ഒരു പ്രീ സർവീസ് കോഴ്സസ് അല്ലേ. അതൊക്കെ ഒരു പ്രീ സർവീസ്, ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ജോലി ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഈ പ്രീ സർവീസ് ട്രെയിനിങ്സ്. Okay, training that an individual receive before they begin to work in a specific profession. It is more academic in nature, is offered by a formal institute and follows a definite curriculum and syllabus. By this, an individual is made ready to enter a profession. അപ്പൊ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ആണ്. അപ്പോ DHIC കോഴ്സ്, BSc നഴ്സിംഗ് കോഴ്സ്, ഇതൊക്കെ പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. ഇതൊരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മളൊക്കെ DHIC പഠിക്കുന്ന ഒരു കോളേജിലായിരിക്കാം, അവിടെ ഒരു സിലബസ് ഉണ്ട്, ഒരു കരിക്കുലം ഉണ്ട്, ഇന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഇത്ര പേപ്പേഴ്സിന്റെ എക്സാം വരും, ഇതിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രത്തെ പേപ്പറിന് എക്സാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ DHIC കോഴ്സ് ആണെങ്കിൽ ഇയർലി 5 10 പേപ്പേഴ്സ് ഉണ്ട്, ഒരു ഇയറിൽ 5 പേപ്പർ ഉണ്ട്, അത് 5 പഠിക്കണം. അതിന്റെ കൂടെ നമ്മൾ ഫീൽഡ് വിസിറ്റ് പോകണം, അങ്ങനത്തെ കാര്യങ്ങൾ, വൺ ഡേ വിസിറ്റ് അത് ഉണ്ടാകും, ഫീൽഡ് ഡയറീസ് എഴുതണം. ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ സെറ്റ് ഓഫ് ഡിസിഷൻസ് ഉണ്ട്. കരിക്കുലം ഫോളോ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ പഠിച്ചിറങ്ങിയതിന്റെ ഇവാലുവേഷൻ നടക്കും, എക്സാംസ് നടക്കും. ഇതൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഈ പ്രീ സർവീസ് ട്രെയിനിങ്. ജോലി പ്രവേശിക്കുന്നതിന് മുമ്പേ ആ ജോലിക്ക് വേണ്ട ക്യാപ്പബിലിറ്റീസ് നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ പ്രീ സർവീസ് ട്രെയിനിങ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇൻ സർവീസ് ട്രെയിനിങ്. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം കിട്ടുന്ന ട്രെയിനിങ് ആണ്. In service training that is given by the organization from time to time for the development of knowledge and skills and for improving, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി, ഇംപ്രൂവിങ് ദി ഓൺ ദ ജോബ് പെർഫോമൻസ് ഓഫ് ദി ഇൻകംബൻസ്. ഞാൻ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം എന്റെ സെറ്റ് ഓഫ് സ്കിൽസ് എനിക്ക് ഉണ്ട്, അത് ഇംപ്രൂവ് ചെയ്തെടുക്കണം. ഫ്രം ടൈം ടു ടൈം അപ്ഡേറ്റ് ആവണം. ഇപ്പോ ഞാനിപ്പോ മനസ്സിലാക്കി പഠിച്ച ഒരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ വരിക, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ അപ്ഡേഷനിലേക്ക് എന്നെയും കൂടി എത്തിക്കണം. ഞാൻ ഇപ്പൊ ജോലി ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച സ്കില്ലായിരിക്കില്ല, ആ സ്കില്ല് അങ്ങനെ തന്നെ ആയിരിക്കില്ല ഇപ്പോഴും നിലനിൽക്കുന്നത്. കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പഠിക്കുമ്പോൾ ഒരു സർജറി ഒക്കെ ഓപ്പൺ സർജറീസ് അല്ലെ, വലിയ ഒരു മുറിവിട്ട് തുന്നിക്കൂട്ടുന്ന, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മറ്റേ കീഹോൾ സർജറീസ് വരും. അപ്പോ ആ ഡോക്ടർ ഞാൻ പണ്ട് പഠിച്ചത് ഈ ഓപ്പൺ വൂൺ സർജറി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ തുന്നിക്കൂട്ടി നിൽക്കാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആവണം. ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പണ്ട് പഠിച്ച ചെയ്താന്ന് പറഞ്ഞിട്ട് അതേ ഇതിൽ നിൽക്കാൻ പറ്റൂല, അപ്ഡേറ്റ് ആവണം. അപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഓർഗനൈസേഷൻ അവരുടെ വർക്കേഴ്സിന്റെ സ്കില്ലും നോളജും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് എന്ത്? ഇൻ സർവീസ് ട്രെയിനിങ്. ഓക്കെ, മനസ്സിലായല്ലോ. ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് ആക്കുന്നതാണ് പ്രീ സർവീസ്. ജോലി പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ സ്കിൽ സെറ്റും നോളജും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടി കൊടുക്കുന്നത് ഇൻ സർവീസ് ട്രെയിനിങ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുമ്പോൾ JHIക്ക് നമ്മുടെ JHIയുടെ കേസ് എടുക്കുകയാണെങ്കിൽ DHIC കോഴ്സ് പഠിക്കുന്നത് എന്താണ്? പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. ഇപ്പൊ JHI കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോ ജോലി പ്രവേശിച്ചാൽ നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് തന്നുണ്ട്. ഗവൺമെന്റ് ഓരോ ട്രെയിനിങ് തരും, ഓരോ പുതിയ പ്രോഗ്രാംസ് വരുമ്പോൾ തരും, ഓരോ അല്ലാത്ത ഓരോ അപ്ഡേറ്റ്സ് വേറെ കാര്യങ്ങൾ വരുമ്പോൾ അത് തരും. നമുക്കിപ്പോ പുതിയൊരു പ്രോഗ്രാം വരികയാണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു NCDക്കൊക്കെ വന്ന പോലെ ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ആ പ്രോഗ്രാമുമായിട്ട് ഇപ്പോഴുള്ള വർക്കേഴ്സിനെ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവാനും അതുമായിട്ട് അതിനോട് അക്ലമേറ്റൈസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്യും. അതാണ് ഇൻ സർവീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ടൈപ്സ് ഓഫ് ഇൻ സർവീസ് ട്രെയിനിങ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ട്രെയിനിങ്. ഇറ്റ് ഈസ് ഗിവൻ ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി to introduce their job description, duties and other service related matters. ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് അയാളുടെ ജോലി, അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം, ബാക്കിയുള്ള സർവീസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. ഇപ്പോ ഒരു പുതിയ വീട് വാങ്ങിയിട്ട് നമ്മളൊരു ഹോം ടൂറിന് പോലെ ഇന്ന സാധനങ്ങൾ ഇന്നെവിടെയാണ്, ഇതെവിടെയാണ്, കിച്ചൺ എവിടെയാണ് എന്ന് പറയും പോലെ നമ്മൾ പുതുതായിട്ട് ഒരു ജോലി പ്രവേശിക്കുന്നു. അപ്പൊ ഈ ജോലിയുടെ സ്വഭാവം നമ്മളെ മനസ്സിലാക്കി തരാം. അത് തന്നെ സംഭവം. ഞാൻ പുതുതായിട്ട് ഒരു ജോലി പ്രവേശിച്ചു, ആ ജോലിയുടെ ഒരു സ്വഭാവം എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എനിക്ക് തരുന്ന ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ട്രെയിനിങ്. ഇപ്പൊ ഒരു JHI ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് തരും. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മളെ ജോബുമായിട്ട്
ജോബിന്റെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തരുന്ന ട്രെയിനിങ്. നെക്സ്റ്റ് വൺ ഈസ് റിഫ്രഷർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ട്രെയിനിങ്. Training offered to update and maintain specialized subject matter knowledge and enable them to add to the knowledge they already have. So, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് എന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ള എന്റെ സ്കിൽ സെറ്റോ നോളജോ കാര്യങ്ങളോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം എന്നെ അപ്ഡേറ്റ് ആക്കാം. ഈ സ്കില്ല് അപ്ഡേറ്റ് ആകുന്നതിനൊപ്പം എന്റെ കയ്യിലുള്ള സ്കില്ല് ഒരു സ്പെസിഫിക് സ്കിൽ സെറ്റ് എനിക്കുണ്ട്. അപ്പൊ ആ സ്കില്ലിൽ കുറച്ച് മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെയും ആ അപ്ഡേഷനുമായിട്ട് പൊരുത്തപ്പെടുത്തണം. ഓക്കെ, ഞാനും അപ്ഡേറ്റ് ആവണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പുതിയ നോളജ് വന്നു, ഇപ്പൊ എനിക്ക് ആ നോളജ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ടൈം ടു ടൈം എന്റെ നോളജും സ്കില്ലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും ഓൾറെഡി ഉള്ള നോളജ് അപ്ഡേറ്റ് ചെയ്യാനും പുതിയ നോളജ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ടൈം ടു ടൈം ഓരോ സ്പെസിഫിക് ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴോ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് റിഫ്രഷർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ട്രെയിനിങ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ പ്രോഗ്രാം വന്നു അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി വന്നു, അതൊക്കെ ഈ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കണം. അവർക്ക് അത് ട്രെയിൻ ചെയ്ത് അവരെ ഈ സ്കില്ലിനും കൂടി ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടി ഈ നോളജ് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റിഫ്രഷർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ട്രെയിനിങ് കൊടുക്കുക. ഈ മാറ്റത്തിനനുസരിച്ച് ഈ എംപ്ലോയീസിനെയും മാറ്റിയെടുക്കണം. പുതിയ സ്കിൽ വന്നു, അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പുതിയൊരു ടെക്നോളജി വന്നു, അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. സ്കില്ലിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വന്നു, അതുമായിട്ട് ഇവരെ പൊരുത്തപ്പെടുത്തണം. അങ്ങനെ മാറ്റത്തിനനുസരിച്ച് ഈ എംപ്ലോയീസിനെയും മാറ്റിക്കൊണ്ടുവരണം. അതാണ് നമ്മളെ റിഫ്രഷർ ട്രെയിനിങ്. നെക്സ്റ്റ് വൺ, കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ്. It is designed to upgrade knowledge, skill, and abilities of employees to help them assume greater responsibilities in higher position. ആ വേർഡ് തന്നെ, കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ്. നമ്മുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലുള്ള പൊസിഷൻസ് അസ്യൂം ചെയ്യാനും കൂടുതൽ ഡ്യൂട്ടീസ് എടുക്കാനും അതിനു വേണ്ടി നമ്മളെ കേപ്പബിൾ ആക്കുക. അപ്പം ഹയർ പൊസിഷൻസ് അസ്യൂം ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രൊമോട്ടറായി എനിക്ക് മേലേക്ക് പോകണം, അപ്പോൾ അവിടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൂടുതലാണ്. അപ്പോ നിലവിലുള്ള എന്റെ സ്കിൽ സെറ്റ് വെച്ചിട്ട് എനിക്ക് ആ ഡ്യൂട്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് ട്രെയിൻ ചെയ്യണം. ഹയർ പൊസിഷനിലേക്കാണ് പോകുന്നത്, അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പൊ അതിന് ആ റെസ്പോൺസിബിലിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കേപ്പബിലിറ്റീസ് വളർത്തിയെടുക്കണം. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് എനിക്ക് എന്റെ കരിയറിൽ ഹയർ പൊസിഷൻ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ നോളജും എബിലിറ്റീസും സ്കിൽസും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്, OJT. ഇവിടുത്തെ BHSC ഒക്കെ പഠിക്കുന്നവർക്ക് പറയാൻ കേൾക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് വേർ എംപ്ലോയീസ് ലേൺ new skills and knowledge directly within their work environment, often through hands-on experience and observation of experience colleagues. നമ്മളൊരു ജോലിനെ കുറിച്ച് ജോലി ചെയ്തുകൊണ്ടും അതിൽ എക്സ്പേർട്ട് ആയ ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടും പഠിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന സംഭവമല്ലേ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇപ്പോ എല്ലാ തൊഴിലും ഇങ്ങനെ ഒരു അക്കാഡമിക് നേച്ചറിൽ പഠിക്കാനൊന്നും പറ്റൂല, ചിലത് ചെയ്ത് പഠിക്കണ്ടേ. ഇപ്പൊ ഒരു മെക്കാനിക്കിന് എല്ലാ വണ്ടിയുടെ പാർട്സിന്റെ ഒരു ഹ്യൂജ് വോളിയം ഓഫ് ബുക്സ് കൊണ്ടുവച്ചിട്ട് ഒരു വണ്ടി ഇങ്ങനെയാണ്, എഞ്ചിന്റെ പാർട്സ് ഇതാണ്, ഇത് ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് മാത്രം വായിച്ചു പഠിച്ചാൽ പറ്റൂല. ഹി ഹാവ് ടു വർക്ക് ഇൻ ദാറ്റ് എൻവയോൺമെന്റ്. ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു, അയാൾ അത് ചെയ്ത് പഠിക്കുന്നു, ഒരു എക്സ്പെർട്ട് മെക്കാനിക് അത് ചെയ്യുന്നത് കണ്ട് പഠിക്കുന്നു. അതാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്. ഒരു ജോലി സ്ഥലത്ത്, ആക്ച്വൽ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടും ഓൾറെഡി ചെയ്ത് പഠിച്ച് എക്സ്പേർട്ട് ആയ ആളുകൾ അത് ചെയ്യുന്നത് കണ്ടുകൊണ്ടും പഠിക്കുക. അതാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, OJT emphasizes learning by doing, allowing employees to actively participate in real work situation and develop practical skills. ഓക്കെ, ഒരു ലേണിംഗ് ബൈ ഡൂയിങ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കരിക്കുലം. നമ്മളിപ്പോ സ്കൂളൊക്കെ ഒരുപാട് കേട്ട ഒരു വേർഡാണ് കരിക്കുലം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരിക്കുലം, ഇതൊക്കെ നമ്മൾ കുറെ കേട്ടവിടെ. എന്താണ് കരിക്കുലം നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു എറ്റിമോളജി നോക്കാം. ഈ എറ്റിമോളജി എന്ന് വെച്ചാൽ ഹൗ ഡിഡ് ദ വേർഡ് ഒറിജിൻ, ഈ വേർഡ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തതെന്നുള്ള അറിയാം. അതിനാണ് നമ്മൾ എറ്റിമോളജി, പദോൽപത്തി എന്നൊക്കെ പറയുന്ന അതാണ് എറ്റിമോളജി. ഓക്കെ, ഈ വേർഡ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തതെന്ന് നോക്കാം. The word curriculum originated from the Latin word carere, okay, which means running course. അപ്പോ ഒരു ലാറ്റിൻ വേർഡ് കരേര എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കരിക്കുലം എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ കരേരന്റെ മീനിങ് എന്ന് വെച്ചാൽ റണ്ണിങ് കോഴ്സ്, അല്ല എന്ന് വെച്ചാൽ നമ്മൾ ഓടുന്ന ട്രാക്കില്ലേ,
അതാണ് ഈ കരേര എന്നുള്ള മീനിങ്. ഒരു ഓടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ആളുകൾ ഓടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ട്രാക്കിനാണ് നമ്മൾ കരേര എന്ന് പറയുക, റണ്ണിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ റണ്ണിങ് ട്രാക്ക് എന്താ ചെയ്യാ, ഓടുന്ന ആൾക്കാരെ ഗൈഡ് ചെയ്യും. ഇന്ന വഴിയിലൂടെയാണ് നിങ്ങൾ ഓടേണ്ടത് എന്നുള്ള രീതിക്ക് ഒരു ഓട്ടക്കാരനെ ഗൈഡ് ചെയ്യുന്നതാണ് ഈ റണ്ണിങ് കോഴ്സ് അല്ലെങ്കിൽ റണ്ണിങ് ട്രാക്ക്. അതേപോലെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇത് അണ്ടർഗോ ചെയ്യുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കഴിയുമ്പോൾ ഇന്നെന്ന മാറ്റങ്ങൾ ഈ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവണം, ഇന്നെന്ന സ്കില്ല് ഡെവലപ്പ് ആവണം, ഇത്ര ഇൻഫർമേഷൻ ഇയാളിലേക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ പോകണം എന്നുള്ള വഴി കാണിക്കുന്ന സാധനമാണ് ഈ കരിക്കുലം. ഓക്കെ, ഒരു റണ്ണിങ് ട്രാക്ക് ഓടുന്ന ആളുകൾക്ക് എങ്ങനെ വഴി കാണിക്കുന്നു, ലക്ഷ്യത്തിലെത്താനുള്ള വഴി കാണിക്കുന്നു, അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാം ലക്ഷ്യമിടുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് ഏത് വഴിയിൽ കൂടെ പോകണം എന്ന് കാണിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് എ സ്റ്റുഡന്റ് ഓർ ട്രെയിനി ആർ ഡയറക്റ്റഡ് ടു അറ്റൈൻ ദി ഗോൾസ് envisaged by a academic or training program. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എങ്ങനെ പോകണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ആ പാത്തിനാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, that is, curriculum is a set of decisions about what to be taught, how to be taught, about what to be taught and how to be taught. It determines the framework upon which lessons are planned and learning takes place. ഇപ്പോ ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു കരിക്കുലം ഉണ്ടായിരിക്കും, അല്ലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന് ഒരു കരിക്കുലം ഉണ്ടായിരിക്കും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇല്ല എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഫോളോ ചെയ്ത് പോയാൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം ഉണ്ടാവുമല്ലോ ട്രെയിനിങ്ങിന്റെ, ആ ലക്ഷ്യത്തിൽ ഇവരെത്തും. അതാണ് ഈ കരിക്കുലം. ഒരു സെറ്റ് ഓഫ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് അത്. ഈ കരിക്കുലം എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണ്. ഈ പ്ലാൻ ഫോളോ ചെയ്ത് പോയാലാണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ട്രെയിനിങ് എത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഈ കരിക്കുലം ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള പാത്ത്, അതാണ് ഈ കരിക്കുലം. മനസ്സിലായല്ലോ? ഇനി ലെസൺ പ്ലാൻ. ഈ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫുൾ എഡ്യൂക്കേഷണൽ വെഞ്ചർ എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് കരിക്കുലം ആണെങ്കിൽ, ഇത് ലെസൺ പ്ലാൻ കുറച്ചുകൂടി ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ലെസൺ പ്ലാൻ. കരിക്കുലം മൊത്തം ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ പ്ലാൻ ആണെങ്കിൽ അതിന്റെ ഒരു ഷോർട്ട്, അതിൽ എടുക്കുന്ന ഒരു യൂണിറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്ന ഒരു ഔട്ട്ലൈൻ ആണ് ലെസൺ പ്ലാൻ. എ ലെസൺ പ്ലാൻ ഇസ് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ദാറ്റ് ഗൈഡ്സ് ടീച്ചേഴ്സ് ഇൻ ഡെലിവറിങ് എ സ്പെസിഫിക് ലെസൺ ഓർ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റ് എങ്ങനെ എടുക്കണം. ഒരു ക്ലാസ്സിന് ഒരു 30 പേര് 40 പേരുള്ള ഒരു ക്ലാസ് ആണ്, അവർക്കൊരു യൂണിറ്റ് എടുക്കണം. അപ്പൊ ഒരു ടീച്ചർക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം. ആദ്യം ഈ ചാപ്റ്റർ ഞാൻ എങ്ങനെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം, അപ്പോ ഈ ഒരു ചാപ്റ്റർ ഇതിനോട് അനുബന്ധിച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം. അപ്പോ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ചുമ്മാ ടെക്സ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകല്ലോ. അതിന്റെ കൂടെ ചിലപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഹോംവർക്സ്, അതിനിടയ്ക്ക് ചില എക്സാംസ്, ഇതൊക്കെ വെക്കും. അപ്പൊ ഈ ഒരു യൂണിറ്റ് എങ്ങനെ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നൊരു ടീച്ചർ എടുക്കുന്ന ഒരു പ്ലാൻ, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാനാണ് നമ്മൾ ലെസൺ പ്ലാൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടീച്ചേഴ്സ് റോഡ് മാപ്പ് ഓഫ് വാട്ട് സ്റ്റുഡന്റ് നീഡ് ടു ലേൺ ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ഡൺ എഫക്റ്റീവ്ലി. ഇവരെന്തൊക്കെ ഈ ലെസൺ കഴിയുമ്പോൾ അവരെന്തൊക്കെ പഠിക്കണം, അത് ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കണം, അതിന് ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം, ഇതൊക്കെ അടങ്ങുന്ന സാധനമാണ് ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ ടിപ്പിക്കലി ഇൻക്ലൂഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് കുട്ടികൾ പഠിച്ചെടുക്കേണ്ടത്, ക്ലിയർലി സ്റ്റേറ്റിംഗ് വാട്ട് സ്റ്റുഡന്റ് ഷുഡ് ബി ഏബിൾ ടു ഡു ഓർ അണ്ടർസ്റ്റാൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി ലെസൺ. ഈ ലെസൺ ഞാൻ എടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ കഴിവ് വന്നിരിക്കണം, അവർക്ക് എന്തൊക്കെ മനസ്സിലായിരിക്കണം, ഓക്കെ, അവരെന്തൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കണ്ടന്റ്, ദ സ്പെസിഫിക് സബ്ജക്ട് മാറ്റർ ഓർ ടോപ്പിക് ബീങ് കവേർഡ്. ഈ ലെസണിൽ ഞാൻ എന്തൊക്കെ ടോപ്പിക് കവർ ചെയ്യണം, എന്തൊക്കെ സാധനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം, അതിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ്, എൻഗേജിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ് സ്റ്റുഡൻസ് ടു ലേൺ കണ്ടന്റ് സച്ച് ആസ് ഡിസ്കഷൻ, ഗ്രൂപ്പ് വർക്ക്, ഹാൻഡ്സ് ഓൺ ടാസ്ക്. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ പാസീവായിട്ട് ഇങ്ങനെ പാഠം പഠിപ്പിച്ചു പോലെ അതിന്റെ കൂട്ടത്തിൽ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി ആക്ടിവിറ്റീസ് കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാലോ, ചില ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകാം, ചിലതിന് ഹോംവർക്സ് തരും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മറ്റുള്ളത് തരും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ തരും. അപ്പോ ഒരു ലെസൺ എടുക്കുമ്പോൾ ഇത്തരം എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ്,
any resources that need for the lesson like textbook, worksheet or technology. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ കയ്യിൽ എന്തൊക്കെ വേണം, ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്, ചിലപ്പോ മറ്റേ പ്രൊജക്ടറൊക്കെ വെച്ച് വീഡിയോ സെഷൻസ് വേണ്ടി വരും, അതെന്ത് ചെയ്യണം, കുട്ടികൾക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അത് വേണോ, അങ്ങനത്തെ മെറ്റീരിയൽസ് വേണോ, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊക്കെ ലെസൺ പ്ലാനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് അസസ്മെന്റ്. മെത്തേഡ്സ് ടു ഇവാലുവേറ്റ് സ്റ്റുഡന്റ് ലേണിംഗ് ലൈക്ക് ക്വിസസ്, ടെസ്റ്റ് ആൻഡ് പ്രോജക്ട്സ്. അപ്പോ ഞാൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുമെന്ന് അറിയാൻ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ പരീക്ഷകൾ നടത്തും, ചിലപ്പോ പ്രോജക്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയും, ക്വിസസ് നടത്തും. ഓക്കെ, ഇതെല്ലാം അടങ്ങിയതാണ് ലെസൺ പ്ലാൻ. ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ലെസൺ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ, അതാണ് ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഈ BEdും DLEdും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലെസൺ പ്ലാൻ ഒക്കെ എഴുതി തയ്യാറാക്കുന്ന പരിചയമുണ്ട്. ആ ഒരു 1 സെക്കൻഡ് അവരോട് ചോദിച്ചാൽ മതി ഈ ലെസൺ പ്ലാൻ എന്താണെന്ന്. അവരിങ്ങനെ എഴുതും എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കാനാണ്. അപ്പൊ ടോപ്പിക് എന്തൊക്കെ സബ്ജക്റ്റ് അതിൽ കവർ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തണം, ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ അവരുടെ കയ്യിലുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ടീച്ചിങ്. നമ്മൾ ഇതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉള്ള ചാപ്റ്ററിന്റെ എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ടീച്ചിങ്. ഓക്കെ, ആ വേർഡ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, മൈക്രോ, സ്മോൾ, ടീച്ചിങ്. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ മീനിങ് വേഗം മനസ്സിലാവും. മൈക്രോ ടീച്ചിങ് ഒരു സ്കെയിൽ ഡൗൺ പ്രോസസ് ഓഫ് ടീച്ചിങ് ആണ്. ഇപ്പോ ഒരു ടീച്ചർ നോർമലി ക്ലാസ് എടുക്കുന്ന സാഹചര്യം നിങ്ങൾ ആലോചിക്കുക. ഒരു ടീച്ചർ ഒരു ലെസൺ എടുക്കുകയാണ്, 19 കുട്ടികൾ ഉണ്ടാകും, അവർ ആ ചാപ്റ്റർ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുന്നു. പക്ഷെ ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ് മൈക്രോ ടീച്ചിങ്. The concept of micro teaching was introduced by D.W. Allen. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? D.W. Allen. Micro teaching is introduced by D.W. Allen in Stanford University. It is a teacher training program. Okay, അത് ടീച്ചിങ്ങിന് ഒരുപാട് സ്കിൽസ് വേണം. ഇപ്പൊ ഒരു ടീച്ചർക്ക് ഉണ്ടാക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാനുള്ള സ്കില്ല് വേണം, കുട്ടികളോട് പ്രോബിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചെടുക്കാൻ, മീൻസ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, വോയിസ് മോഡുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ഈവൻ ഒരു ടീച്ചറുടെ ബോഡി ലാംഗ്വേജ് പോലും കൺട്രോൾ ആയിരിക്കണം, അവർക്ക് അത് മോഡുലേറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പറയും പോലെ ക്ലാസ് റൂമിനെ അടക്കി ഇരുത്താനും അവരുടെ അറ്റൻഷനെ സീക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ ഒരു ടീച്ചർക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇത്തരം കഴിവുകൾ വളർത്തിയെടുക്കുന്നതാണ് ഈ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, ഇത്തരം കഴിവുകൾ ഇവര് നേരെ ക്ലാസ്സിൽ പോയിട്ട് ട്രയൽ ചെയ്ത് ഇതാക്കല്ലോ, ഓൾറെഡി നമ്മളത് കഴിവുകൾ വളർത്തിയെടുക്കും, എന്നിട്ടാണ് നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. എന്തിനുള്ള ഈ പറഞ്ഞ കഴിവുകൾ വളർത്തിയെടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ മൈക്രോ ടീച്ചിങ്. ഇപ്പൊ വേരിയസ് സെറ്റ് ഓഫ് സ്കിൽസ് ഒരു ടീച്ചർക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാനുള്ളത്, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, ക്ലാസ് റൂമിനെ അടക്കിയിരുത്താനുള്ളതും എല്ലാം ആയിട്ടുള്ള കഴിവ് ടീച്ചർക്ക് ഉണ്ടാക്കണം. ഈ സ്കിൽ സെറ്റ് ഒക്കെ അവർ ട്രെയിൻ ചെയ്ത് എടുക്കുന്ന സംഭവമാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞ പരിപാടി. Okay, micro teaching is a teacher training technique where teachers teach a short lesson to a small group of students, often their peers, for a brief period, usually about 5 to 20 minutes or 5 to 10 minutes ഒക്കെയാണ് വരിക. Okay, it's a scaled down teaching experience designed to help teachers to practice and refine specific teaching skills in a low risk environment. അപ്പോൾ ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ നേടിയെടുക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സ്കെയിൽ ഡൗൺ പ്രോസസ് ഓഫ് ടീച്ചിങ്. ഇവിടെ ആർക്കാണ് അവർ ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഈ ടീച്ചറായിട്ട് പഠിക്കാൻ ഒരു BEd കുട്ടീനെ വിചാരിക്കുക. അപ്പോൾ കൂടെ പഠിക്കുന്ന BEd വിദ്യാർത്ഥികൾക്ക് തന്നെയായിരിക്കും ഇവര് ഒരു ക്ലാസ്, ഒരു ഡെമോ സെഷൻ പോലെ. ഓക്കെ, അപ്പോ ഈ സാധാരണ ഒരു റിയൽ ക്ലാസ് റൂം സിറ്റുവേഷൻ പോലെയല്ല. കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും, ഒരു 5 or 10 കുട്ടികളാണ് ആ ക്ലാസ്സിൽ ഉണ്ടാവുക. 1 മണിക്കൂർ നീണ്ട സെഷൻ ഒന്നായിരിക്കില്ല, ഒരു 5 or 10 or 20 മിനിറ്റിന്റെ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഫുൾ ലെസൺ അല്ല കവർ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ഒരു 5 or 10 കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഓരോ തവണ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ സ്കില്ലാണ് ഇവര് എന്ത് ചെയ്യാ നോക്കി വെക്കുക. അപ്പൊ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് എന്റെ കൂടെ, ഇപ്പൊ ഞാൻ ഒരു BEd വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കാം, എന്റെ കൂടെ പഠിക്കുന്ന ഒരു 10 കുട്ടികളെ ഇരുത്തിയിട്ട് ഞാനൊരു മൈക്രോ ടീച്ചിങ് സെഷൻ ആണ് എടുക്കുന്നത്. ആൻഡ് ഇപ്പൊ ഞാൻ ട്രയൽ ചെയ്യാൻ പോകുന്ന സ്കില്ല് ബ്ലാക്ക് ബോർഡ് യൂസിങ് ആയിരിക്കും. ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തു,
എന്റെ ബ്ലാക്ക് ബോർഡ് യൂസിങ്ങും അല്ലെങ്കിൽ വോയിസ് മോഡുലേഷനും കൂടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ 5-10 മിനിറ്റ് ആ സ്കില്ല് ഞാനിങ്ങനെ എന്റെ സ്കില്ല് ഞാനിങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഈ കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവും എന്റെ സ്കില്ലിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, ഇന്നെന്ന മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും, ഇന്നെന്ന പോയിന്റ് എത്തുമ്പോൾ വോയിസ് ഒന്ന് ചില പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വോയിസ് സ്ട്രെസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വോയിസ് ഒന്ന് കൂട്ടി പറയേണ്ടി വരും. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് വോയിസ് ആ വോയിസ് മോഡുലേഷനിൽ മനസ്സിലായില്ല, അത് ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇന്നെന്ന മാറ്റം എന്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ചെറുതാക്കണം, അത് വലുതാക്കണം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതാൻ പഠിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ സ്കില്ലൊക്കെ ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്താലേ ഈ സ്കില്ലിൽ ഉള്ള പോരായ്മകൾ ഈ കണ്ടു നിൽക്കുന്ന എന്റെ പിയേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മനസ്സിലാവും. അതിനനുസരിച്ച് ഞാൻ ഈ പോരായ്മകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അതാണ് ഈ മൈക്രോ ടീച്ചിങ് പരിപാടി. ഓരോ സ്കില്ലും പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിമിറ്റഡ് അറ്റ്മോസ്ഫിയർ, ആക്ച്വൽ ക്ലാസ് റൂം പോലെ അത്ര ഹൈ റിസ്ക് ആയുള്ള അറ്റ്മോസ്ഫിയർ അല്ല. നമ്മുടെ പിയേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ 5-10 സ്റ്റുഡൻസ് ആയിരിക്കാം, 5-10 മിനിറ്റ് വരും. നമ്മൾ ഓരോ സ്കില്ലും ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ വ്യൂവേഴ്സ് കണ്ടു നിൽക്കുന്ന പിയേഴ്സോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ എന്ത് ചെയ്യും, ഈ സ്കില്ല് നോക്കി കണ്ട് വിലയിരുത്തി അതിൽ എന്തൊക്കെ മാറ്റം വേണം എന്ന് നമുക്ക് പറയുന്നു. ആ മാറ്റങ്ങൾ വരുത്തി വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുന്നു. അങ്ങനെ നമ്മുടെ സ്കില്ല് നമ്മൾ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാം ഓരോ തവണ മൈക്രോ ടീച്ചിങ് സെഷനിലൂടെ. ഓക്കെ, ടീച്ചേഴ്സ് ഫോക്കസ് ഓൺ പ്രാക്ടീസിങ് 1 or 2 specific teaching skills at a time, such as questioning technique, explaining concept and classroom management. അപ്പോൾ ഓരോ തവണ സെഷനിലും നമ്മൾ ഓരോരോ സ്കിൽ ഇങ്ങനെ പയറ്റി നോക്കുക. ഓരോന്നാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിലുള്ള പോരായ്മകൾ കണ്ടെത്തുന്നു, അത് മാറ്റുന്നു, അങ്ങനെ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ സ്കില്ലും, ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്കില്ലും ഒരു ലോ റിസ്ക് എൻവയോൺമെന്റിൽ, ഒരു സ്കെയിൽ ഡൗൺ പ്രോസസ് ഓഫ് ടീച്ചിങ്ങിൽ, ഒരു ഡെമോ സെഷൻ പോലെ, ആക്ച്വൽ ടീച്ചിങ്ങിന്റെ ഒരു ഡെമോ സെഷൻ, നമ്മുടെ സ്കില്ല് നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് അതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഡെമോ സെഷൻ വെക്കുന്ന പോലെയാണ് ഈ മൈക്രോ ടീച്ചിങ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, ആഫ്റ്റർ ടീച്ചിങ് ദ ഷോർട്ട് ലെസൺ, ടീച്ചർ റിസീവ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫ്രം ദ സൂപ്പർവൈസേഴ്സ്, പിയേഴ്സ് ഓഫ് സ്റ്റുഡൻസ്, allowing them to make quick adjustment and improvements. ഓക്കെ, അപ്പൊ ഞാൻ എടുത്ത ഇപ്പൊ എന്റെ ബ്ലാക്ക് ബോർഡ്, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തു, ഒരു മൈക്രോ ടീച്ചിങ് സെഷൻ എടുത്തിട്ട് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഓഡിയൻസ് ആയിരുന്ന ഒന്നെങ്കിൽ എന്റെ പിയർ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ കൂടെ പഠിക്കുന്നവരാ, അല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസും ആയിരിക്കും. അവർ പറയും, ഞാനിപ്പോ ടീച്ചർ ഈ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് കാണുന്നത്, കുറച്ചുകൂടി വലുതാക്കി എഴുതേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതേണ്ടി വരും, പിന്നെ വോയിസ് ചില സ്ഥലത്ത് സ്ട്രെസ് ചെയ്യേണ്ടി വരും, ഇപ്പോ ഇങ്ങനെ നീ ചെയ്യുമ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല, അപ്പൊ അത് മാറ്റം വരുത്തേണ്ടി വരും, ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, അവർ ഫീഡ്ബാക്ക് തരും. ഞാൻ എടുത്തതിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത് എന്റെ ഓഡിയൻസ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് ഫീഡ്ബാക്ക് തരും. ആ ഫീഡ്ബാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് വീണ്ടും എടുത്തിട്ട് അങ്ങനെ എല്ലാ സ്കില്ലും ഇംപ്രൂവ് ചെയ്യാം. ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ് മൈക്രോ ടീച്ചിങ്. ഓക്കെ, ഇനി നമുക്ക് ഒരു മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിൾ കാണാം. ഇപ്പോ എങ്ങനെയാണ് ഒരു മൈക്രോ ടീച്ചിങ്? ആദ്യം ഒരു പ്ലാൻ വെക്കും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതി പഠിപ്പിക്കണം. എന്നിട്ട് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും, എന്ന് വെച്ചാൽ പഠിപ്പിക്കും. ഈ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കും. അപ്പൊ ആ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെനിക്ക് ഫീഡ്ബാക്ക് തരും, ഇന്ന കാര്യങ്ങൾ ചെയ്ത് ശരിയായില്ല, ഇന്ന സ്ഥലത്ത് ഇന്നൊന്ന് മാറ്റം വരുത്തണം എന്ന് അവർ പറയും. എന്നിട്ട് ഞാൻ ഈ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കും. വീണ്ടും ഈ പുതുതായി ഉണ്ടാക്കിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുള്ള ഫീഡ്ബാക്ക് അവരിൽ നിന്ന് എടുക്കും. ഇതൊരു സൈക്കിളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ സ്കില്ല്, ഒരു സ്പെസിഫിക് സ്കില്ലിന് വേണ്ടിയിട്ടുള്ള മൈക്രോ ടീച്ചിങ് സെഷൻ ആണെങ്കിൽ ആ സ്കില്ല് എനിക്ക് പെർഫെക്റ്റ് ആകുന്നവരെ ഞാൻ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പ്ലാൻ ചെയ്യും, ടീച്ച് ചെയ്യും, ഫീഡ്ബാക്ക് എടുക്കും. ആ ഫീഡ്ബാക്കിൽ വന്ന പോരായ്മകളെ മാറ്റം വരുത്തിക്കൊണ്ട് റീപ്ലാൻ ചെയ്യും, റീടീച്ച് ചെയ്യും ആൻഡ് ഫീഡ്ബാക്ക് എടുക്കും. ഓക്കെ, പിന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ മാറ്റി പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, വീണ്ടും ഫീഡ്ബാക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് ഈ മൈക്രോ ടീച്ചിങ് സൈക്കിള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിന്റെ കണ്ടന്റ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ദാറ്റ് ചാപ്റ്റർ. നമ്മുടെ എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കും എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിച്ച് കണ്ട കാര്യങ്ങൾ, പുറത്തുനിന്നല്ല, നമ്മുടെ കേപ്പാപ്പിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സിലബസിൽ കവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ സെഷനിൽ ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 1 വേർഡ് എന്ന് പറയുന്ന സാധനം ഞാൻ ഈ തന്ന PDF ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആക്കി വെച്ച കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് 1 വേർഡ്സ് ആയിട്ട് ചോദിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ PDF വായിക്കുമ്പോൾ നിങ്ങൾക്ക് 1 വേർഡ്സ് അതിൽ കിട്ടും. 1 വേർഡ്സ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് നോക്കിയാലും കുറെ 1 വേർഡ് ഒക്കെ കിട്ടാൻ പറ്റും. പക്ഷെ മൊത്തം പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് 1 വേർഡ്സ് ഒക്കെ ഷുവർ ആയിട്ട് കിട്ടും. ടെക്സ്റ്റിൽ വരാൻ സാധ്യതയുള്ള 1 വേർഡ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്ത് ഈ PDF ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ അല്ലെങ്കിൽ ബോൾഡ് ആയി നിൽക്കുന്ന പോയിന്റ്സ് ഒക്കെയാണ് ഈ 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഉള്ളത്.
ഓക്കെ, ഓൾമോസ്റ്റ് വൺ വേർഡും ചെറിയ 2 മാർക്കിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ വരാനുള്ള കാര്യങ്ങളും ചില അബ്രിവിയേറ്റഡ് ഫോംസിന്റെ ഒക്കെ ഞാൻ ഈ PDF തന്നെ തന്നിട്ടുണ്ട്. ഇനി PYQല് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റിനും എസ് ആണ് മെയിൻ ആയിട്ട് വരാറുള്ളത്. അതിൽ പ്രീവിയസ് ഇയർ ആയിട്ട് 5 മാർക്കിന് ചോദിച്ച കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രിൻസിപ്പിൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് PDF-ല്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അത് PDF തന്നെ ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസ്കഷനും പാനൽ ഡിസ്കഷനും നമ്മൾ ഡിസ്കസ് ചെയ്താണ് PDF-ല് സെപ്പറേറ്റ് നോട്ട്സ് ആയിട്ട് തന്നെ ഉണ്ട്. പോസ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് എ പോസ്റ്റർ ഓൺ എ ഗിവൺ സബ്ജക്ട്. അത് നമ്മൾ പോസ്റ്റർ ഞാൻ കാണിച്ചു തന്നു. പിന്നെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അട്രാക്റ്റീവ് ആക്കി, കണ്ടന്റ് എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ ആർട്ടിസ്റ്റിക് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പോസ്റ്ററിന്റെ കളർ ഇപ്പൊ കളറൊന്നും ചെയ്ത് നമ്മൾ വരയ്ക്കാണ്ടാവില്ല, എന്നാലും കളർ ഏത് കളർ ചൂസ് ചെയ്യണം, കണ്ടന്റിന്റെ വലുപ്പത്തിലായിരിക്കും, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് നമ്മൾ ഇന്നെടുത്ത ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സാധനത്തിലുണ്ട്. മെറിറ്റ്സ് ഓഫ് AV എയ്ഡ്സ് ആൻഡ് ലിമിറ്റേഷൻ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൈക്രോ ടീച്ചിങ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പ്രൊപ്പഗാൻഡ ഡിഫറൻസ് 2 കോളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി PYQ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഡിസ്ക്രൈബ് ഹൗ ടു മേക്ക് 2 ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ദയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫൈൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി 6 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡിസ്ക്രൈബ് ദി കണ്ടന്റ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് നമ്മൾ ഈ PDF-ല് ഡീറ്റെയിൽ ആയിട്ട് നോട്ടായിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുമുണ്ട്. എക്സ്പ്ലെയിൻ ട്രെയിനിങ് നീഡ് അസസ്മെന്റ്, any 3 types of training and role of JHI in health education. Training need assessment, different types of training. But JHI in health education process ഞാൻ ചാപ്റ്റർ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് JHI എങ്ങനെയൊക്കെ നമ്മൾ JHI എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വർക്ക് ഏരിയയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സിൽ നമ്മൾ പലതിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോ ഫീൽഡ് വിസിറ്റിന് പോകുമ്പോൾ ചിലപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടി വരും. അതിപ്പോ ആ പോയി കാണുന്ന വ്യക്തിയുടെ നീഡ് മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പോ ഒരു പ്രഗ്നന്റ് ഓർ ലാക്ടേറ്റിംഗ് മദറിനെയാണ് നമ്മൾ ഫീൽഡ് വിസിറ്റ് കാണുന്നത് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഒരു റോളാണ്. ഇമ്മ്യൂണൈസേഷൻ ആകുന്ന സമയത്ത് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കണ്ടെത്തി ഇമ്മ്യൂണൈസ് ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കേണ്ടി വരും, അവരെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അംഗനവാടി പോയിട്ട് അംഗനവാടി കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. നമ്മുടെ ഏരിയയിലുള്ള സ്കൂൾ കുട്ടികൾക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരും. ഇപ്പൊ നാട്ടിലൊരു പേപ്പട്ടി ശല്യം കൂടുവാണെങ്കിൽ അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് എടുക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് എന്താ അംഗനവാടികളിൽ അഡോളസന്റ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. അതിൽ JHIക്ക് പോയി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. പ്രഗ്നന്റ് മദേഴ്സിന്, ലാക്ടേറ്റിംഗ് മദേഴ്സിന്, ഇവർക്കൊക്കെ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. റോൾ ഓഫ് JHI ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോസസ് ഹ്യൂജ് ആണ്. ഇപ്പൊ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ആവട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ലോജിക് വൈസ് നമ്മുടെ ഫീൽഡ് വിസിറ്റിനും മറ്റേ ഫീൽഡ് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടും മനസ്സിലാക്കിയും ബുക്കിലൂടെ പഠിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആക്കിയിട്ട് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുമല്ലോ, PHC-ലൊക്കെ 30 ദിവസത്തെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടുന്ന് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളും നമ്മൾ ഈ ആൻസർ ആയിട്ട് എഴുതാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ജസ്റ്റ് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ ജോബില് ഫീൽഡ് ട്രെയിനിങ്ങിന് വിടുന്ന തന്നെ ഈ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈ ഓൺ ദ ഹാൻഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താക്കണം, അത് മനസ്സിലാക്കിയെടുത്ത് ഈ പരീക്ഷയിൽ നമുക്ക് എഴുതി പോയിന്റ് സ്കോർ ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഓക്കെ, ഇത്തരമാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൽ വരുന്ന PYQല്. ഈ PYQല് തന്നെ ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് ടെസ്റ്റ് ആയിട്ട് ചോദിക്കാം. ഈ എസ്സേലെ സബ് ക്വസ്റ്റ്യൻസ് 5 മാർക്കായിട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ വരാം. വൺ വേർഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഞാൻ ഈ PDF-ല് ഹൈലൈറ്റ് ചെയ്തതോ ബോൾഡ് ചെയ്തതോ ഒക്കെ ആയുള്ള പോയിന്റ്സ് ആണ് കൂടുതലും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അതോടുകൂടി ചാപ്റ്റേഴ്സ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.